പ്രിയക ദൈവത്തിന് സ്തുതി. ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള അച്ഛന്മാരെ, ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഗായക സംഘ അംഗങ്ങളെ, എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ജ്ഞാനായ അതിഭദ്രാസനത്തിൻ്റെ 23ാമത് കൺവെൻഷന്റെ 2ാം ദിനം രാത്രി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി വലിയവനായ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയും ഈ വർഷത്തെ കൺവെൻഷനിൽ സംബന്ധിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും എനിക്ക് അവസരം ഒരുക്കി തന്ന നമ്മുടെ സുവിശേഷ സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായി അറിയിക്കുകയും എൻ്റെ പട്ടത്വ ശുശ്രൂഷയിൽ ലഭിച്ച ഒരു ധന്യമായ അനുഗ്രഹീതമായ നിമിഷമായി ഈ ശുശ്രൂഷയെ ഞാൻ കാണുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രൈസ്തവ സഭ വലിയ നോമ്പിൻ്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ച ദിനങ്ങളിലാണ്. അതിൻ്റെ ആദ്യ ദിനങ്ങളിലാണ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനായി നമ്മൾ ചേർന്ന് വന്നിരിക്കുന്നത്. 50 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളും വചന ധ്യാനവും ഒക്കെ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുമ്പോഴാണ് നമ്മുടെ കൂടിവരവുകൾ ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ വലിയ നോമ്പ് ആചരണം നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പുതുക്കത്തിനും രൂപാന്തരത്തിനും ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ നവീകരണത്തിനും ശുദ്ധീകരണത്തിനും ഈ വർഷത്തെ നോമ്പാചരണം അർത്ഥപൂർണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിലുപരിയായി പൊതുസമൂഹത്തിൽ നല്ല ക്രിസ്തുവിശ്വാസികളായി ജീവിപ്പാൻ, അനേകർക്ക് മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളും ശീലങ്ങളും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുവാൻ ഈ വലിയ നോമ്പിന്റെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കൂടിവരവും നമ്മുടെ വചന ധ്യാനവും ഒക്കെ ഉപയുക്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കും. ഇന്ന് സന്ധ്യയിലെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ അതിന്റെ 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. The book of Revelation, chapter 3, verses 14 to 22. അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഏറെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന 23ാമത് ജ്ഞാനായ സഭയുടെ കൺവെൻഷന്റെ 2ാം ദിനം രാത്രി ക്ഷേമത്തോടെ അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം കരയേറ്റുന്നു. കർത്താവെ, ഇത്രയും ദൈവമക്കളെ ഈ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് സന്ധ്യയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ആരും വെറുതെ കടന്നു വന്നവരല്ലല്ലോ. ഏറെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും വചനം കേൾക്കുവാനുള്ള അദമ്യമായ താല്പര്യത്തോടും കൂടി അങ്ങയുടെ പാദപീഠത്തിങ്കിൽ കടന്നുവന്ന് ശാന്തമായി ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി അവിടുന്ന് ഹൃദ്യമായി ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഒരുപക്ഷെ ഞങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാകാം. എങ്കിലും ഇന്ന് രാത്രി ഈ വേദഭാഗത്തിലൂടെ ഒരു സന്ദേശം അവിടുന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട് എന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ചില നിമിഷങ്ങൾ കർത്താവെ, വചനത്തിനു മുമ്പിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുവാൻ, ശ്രദ്ധയോടെ വചനത്തിനു മുമ്പിൽ താണിരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വചനത്തിനു മുമ്പിൽ നിഷ്ക്രിയരായിരിക്കുവാൻ, നിസ്സംഗരായിരിക്കുവാൻ
അവിടുന്ന് ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ജീവിതത്തിൽ സ്വീകരിക്കുവാനും വചനാനുസൃതം ഞങ്ങളുടെ ജീവിതത്തെ പുനർക്രമീകരിക്കുവാനും സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനും ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലഹീനായ അടിയനെ ഈ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ കടന്നു വന്ന നിന്റെ മക്കൾ ഓരോരുത്തരോടും ഇന്ന് രാത്രി വചനം പങ്കുവയ്ക്കുവാനുള്ള ശക്തിയും കൃപയും ദൈവത്തിന്റെ ആത്മാവിനാൽ ബലഹീനായ അടിയന്റെ മേൽ പകരുകയും ഈ വചനം ശ്രവിക്കുവാൻ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ചെയ്യണമെന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാനമായി ചേർത്തിരിക്കുന്ന വെളിപാട് പുസ്തകം വളരെ പ്രസക്തവും സംഗതവുമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകം എന്ന നിലയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിനും പ്രത്യാശാനിർഭരമായ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുന്നതിനും നമ്മളെ സജ്ജമാക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഒരുപക്ഷെ ഇതിലെ ഭാഷയും ഇതിലെ ആലങ്കാരികമായ വർണ്ണനകളും ഇതിലെ ചില പ്രതീകങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം എന്നില്ല. എന്നാൽ ഈ പുസ്തകത്തിന്റെ പൊതുവായ ഒരു സന്ദേശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കർത്താവുമായുള്ള ബന്ധത്തിൽ ഊർജ്ജസ്വലമായി നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നനിർഭരമായ സാഹചര്യങ്ങൾ, നിരാശാജനകമായ അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ ഒരു ദൈവ പൈതലിന് അതിജീവിക്കുവാൻ സാധിക്കും എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ദൈവവചനം ഉള്ളടങ്ങിയ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് തന്നെ എന്റെ പഠന ശുശ്രൂഷയിൽ എനിക്ക് ഇടവകകളിൽ ദൈവവചനം പഠിപ്പിക്കുവാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെ വെളിപാട് പുസ്തകത്തിലെ ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ പലപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. ഇന്ന് സന്ധ്യയിങ്കൽ ഈ വേദഭാഗം നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തെരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരു വലിയ നോമ്പിന്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ച ആദ്യ ദിനങ്ങളാണ്. ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെ ഒന്ന് പുനർക്രമീകരിക്കുവാൻ സാധിക്കും എന്ന് ഈ വേദഭാഗം ചില ആലോചനകൾ വളരെ വ്യക്തമായി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വലിയ നോമ്പിന്റെ നാളുകളിൽ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ഇന്ന് രാത്രി എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ അതിന്റെ ആദ്യ അധ്യായങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ 2ഉം 3ഉം അധ്യായങ്ങൾ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള സന്ദേശമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമ്മുടെ പ്രാദേശിക ഇടവകകളിലൊക്കെ വെളിപാട് പുസ്തകത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വേദഭാഗമാണ് വെളിപാട് പുസ്തകം 2ഉം 3ഉം അധ്യായം. ഈ അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആരും പ്രത്യേകിച്ച് നമുക്ക് വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥതലങ്ങൾ നൽകിയില്ല എങ്കിൽ പോലും നമുക്കൊറ്റ വായനയ്ക്ക് തന്നെ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ലളിതമായി പരാമർശിച്ചിരിക്കുന്ന 2 അധ്യായങ്ങളാണ് 2ഉം 3ഉം അധ്യായം. യേശു കർത്താവിന്റെ ദാസനായി യേശുവിനോടൊപ്പം സഞ്ചരിച്ച സുവിശേഷ വേല ചെയ്ത യോഹന്നാൻ യേശു കർത്താവിന്റെ ക്രൂശുമരണത്തിനും സ്വർഗാരോഹണത്തിനും ഒക്കെ ശേഷം ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്ത് സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്തു എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഏഷ്യ മൈനറിലെ 7 പട്ടണങ്ങളായ എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നീ 7 പട്ടണങ്ങളിൽ സഞ്ചരിച്ച സുവിശേഷ വേല ചെയ്യുകയും അവിടെ ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും യോഹന്നാന്റെ ഈ സഞ്ചാര സുവിശേഷ വേലയുടെ ഫലമായി ക്രിസ്തുവിശ്വാസം ആ മേഖലകളിൽ പ്രചാരം നേടുകയും അനേകർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്ത ഒരു ചരിത്ര പശ്ചാത്തലം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ആ മേഖലകളിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന റോമൻ ഭരണകൂടം യോഹന്നാന്റെ ഈ സഞ്ചാര സുവിശേഷ വേലയിൽ ആകൃഷ്ടരായി അനേകർ ക്രിസ്തുവിശ്വാസികളായി തീരുന്നത് കണ്ടപ്പോൾ അസ്വസ്ഥ ചിത്തരായി തീർന്നു.
ക്രിസ്തുവിശ്വാസം പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അവർ വല്ലാതെ അസ്വസ്ഥരാകുകയും അവിടെ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത യോഹന്നാനെ പിടിച്ച് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്തതിന്റെ പിന്നിൽ യേശു കർത്താവിലുള്ള വിശ്വാസത്തിൽ ദൈവജനത്തെ വളർത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത്. എന്നാൽ തന്റെ സുവിശേഷ വേല ഏഷ്യ മൈനർ മേഖലയിൽ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ റോമൻ ഭരണകൂടം അസ്വസ്ഥ ചിത്തരായി തന്നെ നിരവധി സംഘർഷങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷ വേല ചെയ്തതിന്റെ പേരിൽ നാടുകടത്തപ്പെടുക, ഏകാന്തവാസത്തിലേക്ക് നയിക്കപ്പെടുക, തടവറയ്ക്ക് സമാനമായ പരിസരങ്ങളിൽ പാർക്കേണ്ടി വരിക, ഇതൊക്കെ എത്ര ശക്തമായി സുവിശേഷ വേല ചെയ്യുന്നവരാണെങ്കിലും അവരെയും അസ്വസ്ഥ ചിത്തരാക്കി തീർക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യോഹന്നാൻ ഇങ്ങനെ പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ ദൈവം കൃത്യമായി യോഹന്നാനോട് ഇടപെടുന്നുണ്ട്. യോഹന്നാന് ചില അരുളപ്പാടുകൾ കൊടുക്കുന്നുണ്ട്. ചില ദൈവീക ദർശനങ്ങൾ യോഹന്നാന് മനസ്സിലാകത്തക്ക രീതിയിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പത്മോസ് ദ്വീപിൽ ഏകാന്ത വാസം നയിച്ച തടവറയ്ക്ക് സമാനമായ പരിസരങ്ങളിൽ പാർത്ത യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അരുളപ്പാടുകളും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദർശനങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പ്രതിസന്ധികളെ ധൈര്യത്തോടെ തരണം ചെയ്യുവാൻ സഹായിച്ചു എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യോഹന്നാൻ ചെയ്ത ഒരു കാര്യം, തന്നെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ താൻ കണ്ട ദൈവീക ദർശനങ്ങൾ, തന്നെ പ്രത്യാശാ നിർഭരമായ ജീവിതത്തിന് സജ്ജമാക്കിയ ദൈവം പങ്കുവെച്ച സന്ദേശങ്ങൾ നേരിട്ട് തടവറയിലല്ലെങ്കിലും തടവറയ്ക്ക് സമാനമായ പരിസരങ്ങളിൽ പാർക്കുന്ന താൻ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് എഴുതി അറിയിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പത്മോസ് ദ്വീപിൽ കടന്നപ്പോൾ യോഹന്നാന് ലഭിച്ച ദൈവിക ദർശനങ്ങളെയും അരുളപ്പാടുകളെയും ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് എഴുതി അറിയിച്ചതാണ് 22 അധ്യായങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാനമായി ചേർത്തിരിക്കുന്ന വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള സന്ദേശം പങ്കുവെച്ചുകൊണ്ട് അതിഗഹനമായ വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് 2-3 അധ്യായങ്ങളിൽ ഈ ഏഷ്യ മൈനറിലെ ഓരോ സഭയെയും വിളിച്ചുകൊണ്ട് ആ സഭയ്ക്കുള്ള പ്രത്യേക സന്ദേശം പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ നോമ്പ് നാളുകളിൽ വെളിപാട് പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 2-3 അധ്യായങ്ങൾ വായിക്കുവാൻ സമയം കണ്ടെത്തുന്നു എങ്കിൽ ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള സന്ദേശം കൃത്യമായി ഒന്ന് വായിച്ച് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ 2-3 അധ്യായങ്ങളിലെ സന്ദേശം 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ചിതറിപ്പാർത്തിരുന്ന ചില ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ ഉള്ള സന്ദേശമല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ സഭകൾക്കുമുള്ള സന്ദേശമാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ 2-3 അധ്യായത്തിലെ സന്ദേശത്തെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോടുള്ള ഒരു സന്ദേശമായി അതിനെ തിരിച്ചറിയുവാൻ സാധിക്കണം. ഈ സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഈ സഭകൾക്ക് നൽകുന്ന ആലോചനകൾ ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സഭകൾക്ക് നൽകുന്ന ആലോചനകളായി തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സഭയായി നമ്മുടെ നോമ്പുമായി ചേർത്ത് വെച്ച് അതിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില സഭയുടെ പേര്, അല്ലെങ്കിൽ ആ പ്രദേശത്തെ സഭ അറിയപ്പെടുന്നത് ലവോദിക്കയിലെ സഭ എന്നാണ്. ആ പട്ടണം അറിയപ്പെടുന്നത് ലവോദിക്കിയ പട്ടണം എന്നാണ്. ഇതിന്റെ പേര് വരാനുള്ള കാരണം ഇത് പണിത സിറിയയിലെ രാജാവായ ആന്റിയോക്കസ് ചക്രവർത്തിയുടെ സ്നേഹനിധിയായ ഭാര്യയുടെ പേരാണ് ലവോദിക്കിയ. അതാണ് ആ പട്ടണത്തിന്റെ പേര് അദ്ദേഹം കൊടുത്തത്. എന്നാൽ BC 250 ശേഷം ചില വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വെളിപാട് പുസ്തകം എഴുതുന്ന കാലഘട്ടമായ AD 95, 93, 95 കാലഘട്ടം എത്തിയപ്പോഴേക്കും ഈ പട്ടണം അറിയപ്പെടുന്ന ഒരു പട്ടണമായി മാറി എന്ന് വേദപുസ്തക പഠിതാക്കൾ പരാമർശിച്ചിട്ടുണ്ട്. വെളിപാട് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ ഈ പട്ടണത്തിന് 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തക പഠിതാക്കൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഇന്നത്തെ തുർക്കിയുടെ പഴയ പേരാണ് ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. ഈ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും സമ്പന്നമായ പട്ടണമായിരുന്നു ലവോദിക്ക.
ലവോദിക്കിയ വാസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഏഷ്യ മൈനർ. ഏറ്റവും സമ്പന്നമായ പട്ടണമായിരുന്നു ലവോദിക്കിയ. ഇന്ന് നമ്മൾ തിരുവല്ലയിലോട്ടോ ചങ്ങനാശ്ശേരിയിലോട്ടോ നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്ന കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലോട്ടോ പോയാൽ പണം ഇടുവാനും എടുക്കുവാനും ഉള്ള ചെറിയ ചെറിയ ATM സെന്റേഴ്സ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. 1-ാം നൂറ്റാണ്ടിൽ പണം ഇടുവാനും പണം ശേഖരിക്കുവാനും ട്രഷറികൾ ഉണ്ടായിരുന്ന ലോകത്തിലെ ഏക പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഏത് പട്ടണം? ലവോദിക്കിയ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1-ാം നൂറ്റാണ്ടിൽ പണം നിക്ഷേപിക്കുവാനും പണം ശേഖരിക്കുവാനും ട്രഷറികൾ ഉണ്ടായിരുന്ന ഒരു പട്ടണം എന്ന് പറയുമ്പോൾ ആ പട്ടണത്തിന്റെ സാമ്പത്തിക നിലവാരം എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ഊഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ സാമ്പത്തികപരമായി അത്യുച്ച കോടിയിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിലെ വളരെ ശ്രദ്ധേയമായ ഒരു പട്ടണമായിരുന്നു ലവോദിക്കിയ എന്ന് പറയുന്ന പട്ടണം. വേദപുസ്തക പഠിതാക്കൾ പറയുന്ന ഒരു കാര്യം, AD 70-നോടടുത്ത കാലഘട്ടത്തിൽ ഈ ഏഷ്യ മൈനറിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പത്തിൽ ഈ ലവോദിക്കിയ എന്ന് പറയുന്ന പട്ടണത്തിലെ ചില പ്രദേശങ്ങളൊക്കെ, ചില ഭാഗങ്ങളൊക്കെ ഭൂകമ്പത്തിൽ തകർന്നുപോയി, നശിച്ചുപോയി. എന്നാൽ പുറത്തുനിന്ന് ഒരാളുടെയും പണം സ്വീകരിക്കാതെ ആ പട്ടണവാസികൾ തന്നെ പൂർവാധികം ഭംഗിയോടുകൂടി ഈ പട്ടണം പുതുക്കി പണിതു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത്രമാത്രം സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്കിയ പട്ടണം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ലവോദിക്കിയ പട്ടണത്തിലെ സഭയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിച്ചസ്റ്റ് ചർച്ച് ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി എന്നാണ്. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നമായ പട്ടണത്തിലെ സമ്പന്നമായ സഭയായിരുന്നു ഏത് സഭ? ലവോദിക്കിയയിലെ സഭ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ ഒന്നാമതായി കുറിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ദ റിച്ചസ്റ്റ് ചർച്ച് ഇൻ ദ റിച്ചസ്റ്റ് സിറ്റി. 1-ാം നൂറ്റാണ്ടിലെ സമ്പന്നമായ ഒരു സഭ. ഭൗതിക സമൃദ്ധിയിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ച ചില ക്രിസ്തുവിശ്വാസികളുടെ സംഘമായിരുന്നു ലവോദിക്കിയയിൽ പാർത്തിരുന്നത് എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഈ പട്ടണത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യാവസായിക വാണിജ്യ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത. 1, ഇത് സമ്പന്നമായ പട്ടണമായിരുന്നു. 2, ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യാവസായിക വാണിജ്യ കേന്ദ്രമായിരുന്നു. എ വെൽ നോൺ കൊമേഴ്സ്യൽ സെന്റർ ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി. 1-ാം നൂറ്റാണ്ടിലെ തന്നെ വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള ഒരു പട്ടണം. പ്രത്യേകിച്ച് കറുത്ത കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അന്ന് വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ലവോദിക്കിയ. അതുകൊണ്ട് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്കിയ എന്നുള്ളത് കൊണ്ട് തന്നെ ആ പട്ടണത്തിൽ പാർക്കുന്നവരെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ജോലി തേടി, ഉപജീവന മാർഗം തേടി അവർക്ക് മറ്റെങ്ങും പോകേണ്ട കാര്യമില്ലായിരുന്നു. ആ പട്ടണത്തിൽ തന്നെ പാർത്ത് സന്തോഷത്തോടെ ജീവിച്ച് ഉപജീവനം ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ലവോദിക്കിയ സഭയിലെ ക്രിസ്തുവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് സമ്പത്തുണ്ട്, ജോലി സംബന്ധമായി യാതൊരു അസ്വസ്ഥതയുമില്ല. അവരുടെ പട്ടണത്തിൽ തന്നെ പാർത്ത് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പട്ടണത്തിലെ സഭയായിരുന്നു ലവോദിക്കിയയിലെ സഭ. മൂന്നാമതായി ഈ പട്ടണത്തിനും സഭയ്ക്കുമുള്ള ഒരു പ്രത്യേകതയോടെ പറഞ്ഞ് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് മൂന്നാമത്തെ പ്രത്യേകത എന്നറിയാമോ? ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ സിറ്റി ആയിരുന്നു ലവോദിക്കിയ. എ വെൽ നോൺ മെഡിക്കൽ സിറ്റി ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ നേത്ര ചികിത്സയ്ക്ക് വേണ്ടി ഐ ക്ലിനിക്കുകളും ഡോക്ടേഴ്സും ഉണ്ടായിരുന്ന പട്ടണമാണ് ലവോദിക്കിയ എന്ന് പറയുന്ന പട്ടണം. ഇന്ന് നമ്മൾ എവിടോട്ട് സഞ്ചരിച്ചാലും ധാരാളം ഐ ക്ലിനിക്കുകളും ഒപ്റ്റിക്കൽ സ്റ്റോറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഒഫ്താൽമോളജിസ്റ്റിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ നേത്ര ചികിത്സയ്ക്ക് വേണ്ടി ക്ലിനിക്കുകൾ ഉണ്ടായിരുന്ന പട്ടണമായിരുന്നു ലവോദിക്കിയ എന്ന് പറയുന്ന പട്ടണം. അതുപോലെ തന്നെ കണ്ണിൽ എഴുതുവാൻ ലേപമുണ്ടാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു ലവോദിക്കിയ എന്ന് പറയുന്ന പട്ടണം. ഈ ലവോദിക്കിയ പട്ടണത്തെക്കുറിച്ച് ജിയോളജിസ്റ്റ് അവരുടെ ആർക്കിയോളജിക്കൽ പഠനം നടത്തി പുറത്തു കൊണ്ടുവന്ന ഒരു വിവരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടുന്ന് കുഴിച്ചെടുത്ത നാണയങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം, ഈ നാണയത്തിന്റെ മറുവശത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത് മുഴുവൻ എന്താണെന്നറിയാമോ? അവിടുത്തെ ഡോക്ടർമാരുടെ ചിത്രങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയോ, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ലോക പ്രശസ്തരായ നേത്ര ചികിത്സ നടത്തുന്ന ഡോക്ടർമാരുണ്ടായിരുന്ന പട്ടണം.
അതിനുള്ള ക്ലിനിക്കുകൾ ഉണ്ടായിരുന്ന പട്ടണം, കണ്ണിലെഴുതുവാൻ ലേപമുണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പട്ടണം. അങ്ങനെയെങ്കിൽ ആ പട്ടണത്തിൽ പാർത്ത ക്രിസ്തു വിശ്വാസികളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ച ഒരു സമൂഹം. ശരിയാണോ? ശരിയാണ്. കാരണം സമ്പൽ സമൃദ്ധിയുടെ തേർത്തട്ടിൽ പാർക്കുന്ന ഒരു സഭ ലവോദിക്ക സഭ. തൊഴിൽ സംബന്ധമായി യാതൊരു അസ്വസ്ഥതയുമില്ല. അവരുടെ പട്ടണത്തിൽ തന്നെ ജോലി ചെയ്ത് ഉപജീവനത്തിനുള്ള മാർഗം ലഭിക്കുന്ന അംഗങ്ങളായിരുന്നു ആ സഭയിലെ അംഗങ്ങൾ. സമ്പത്തുമുണ്ട്, തൊഴിലുമുണ്ട്. ഏതെങ്കിലും രോഗങ്ങൾ വന്നാൽ അതിനും യാതൊരു അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. അവരുടെ പട്ടണത്തിൽ തന്നെ അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായി യാതൊരു പ്രതിസന്ധിക്കും വകയില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ ദൂരെ എങ്ങും പോകണ്ട, അവരുടെ പട്ടണത്തിൽ തന്നെ പാർക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഭൗതിക സമൃദ്ധി കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ഒരു പട്ടണം, ജോലി സംബന്ധമായി തൊഴിൽ ഉറപ്പുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച ഒരു പട്ടണം, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്ക എല്ലാവിധ സന്നാഹങ്ങളുമുള്ള ഒരു പട്ടണം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പട്ടണത്തിലെ സഭയോടുള്ള സന്ദേശം നമ്മൾ മറ്റേത് സന്ദേശത്തെക്കാൾ ശ്രദ്ധയോടുകൂടി വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ആമുഖമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്. കാരണം ഏഷ്യാ മൈനറിലെ 7 സഭയ്ക്കുള്ള സന്ദേശം നമ്മൾ പരിശോധിക്കുമ്പോഴും ഓരോ സഭയെയും വിളിച്ചുകൊണ്ട് സഭയുടെ നന്മകൾ പറഞ്ഞ് ആ സഭയെ പ്രകീർത്തിക്കുന്നുണ്ട്. സഭയുടെ ദോഷങ്ങൾ പറഞ്ഞ് ആ സഭയെ ദോഷപ്രവർത്തികൾ അകന്നു നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം എന്നവരോട് പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ദൈവം നൽകുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സഭയെയും വിളിച്ചുകൊണ്ട് പറയുന്ന അഭിനന്ദനത്തിന്റെ വാക്കുകൾ 2ഉം 3ഉം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം, നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലവോദിക്ക സഭയെ വിളിച്ചുകൊണ്ട് അഭിനന്ദനത്തിന്റെ ഒരു വാക്കുകളും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം. എഫേസോസിലെ സഭയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ വിശ്വാസവും പ്രവൃത്തിയും പ്രയത്നവും വലുത് എന്ന് പറഞ്ഞ് ആ സഭയെ അഭിനന്ദിക്കുന്നുണ്ട്. സ്മുർനയിലെ സഭയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ദരിദ്ര സഭയാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സമ്പന്നരാണ് എന്ന് പറഞ്ഞ് ആ സഭയെ അഭിനന്ദിക്കുന്നു. പെർഗമോസിലെ സഭയെ വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത് അറിയാമോ? അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രക്തസാക്ഷികളാകാൻ തയ്യാറുള്ളവരുടെ ഒരു സംഘമാണ് പെർഗമോസിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞ് ആ സഭയെ അഭിനന്ദിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. തുയതൈരയിലെ സഭയെ വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത് അറിയാമോ? ഏറെ വഷളത്വം നിറഞ്ഞ സാഹചര്യത്തിലാണ് നിങ്ങൾ പാർക്കുന്നതെങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത ചിലർ ഈ സഭയിലുണ്ട് എന്ന് പറഞ്ഞ് ആ സഭയെ അഭിനന്ദിക്കുന്നുണ്ട്. ഫിലദൽഫിയയിലെ സഭ ഒരു ചെറിയ സഭയാണെങ്കിലും പ്രതിസന്ധികൾ വന്നപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനം കാത്തുകൊണ്ട സഭയാണ് എന്ന് കൃത്യമായി ആ സഭയോട് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും സമ്പന്നമായ സഭയെ വിളിച്ചു, അംഗങ്ങളെല്ലാം ജോലി സംബന്ധമായി വളരെ സുരക്ഷിതമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സഭയെ വിളിച്ചുകൊണ്ട്, ഒരു മെഡിക്കൽ സിറ്റിയിൽ പാർക്കുന്ന ഒരു സഭയെ വിളിച്ചുകൊണ്ട് അഭിനന്ദനത്തിന്റെ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മളെ വിസ്മയിപ്പിക്കേണ്ടതാണ്, നമ്മളെ അതിശയിപ്പിക്കേണ്ടതാണ്. എന്താണ് പ്രിയമുള്ളവരെ ഇതിന്റെ കാരണം? സമ്പൽ സമൃദ്ധി വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഭൗതികമായ സുഖസമൃദ്ധിയുടെ തേർത്തട്ടിൽ നമ്മൾ പാർക്കേണ്ടി വരുമ്പോൾ നമ്മൾ ദൈവത്തെയും കർത്താവിനെയും മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും കടന്നു വന്നപ്പോൾ, ജോലി സംബന്ധമായി ഉറപ്പ് ലഭിച്ചപ്പോൾ, രോഗത്തിന് ചികിത്സയ്ക്ക് ഞങ്ങളുടെ പണവുമുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ വൈദ്യന്മാരുമുണ്ട് എന്നുള്ള ധാർഷ്ട്യം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, വിശ്വാസ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നും ഏറെ അകന്നുപോയ ഒരു സഭയാണ് ഈ ലവോദിക്കയിലെ സഭ. അതുകൊണ്ട് ഈ ലവോദിക്ക സഭയ്ക്ക് ഈ വേദഭാഗം നൽകുന്ന 4 സന്ദേശങ്ങൾ ഈ വലിയ നോമ്പിന്റെ ആദ്യ ദിനങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. ഒന്നാമത്തെ ധ്യാനം ഈ വേദഭാഗം പങ്കുവയ്ക്കുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസ സ്ഥിരതയുള്ളവരായി നമ്മൾ തീരണം എന്നാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസ സ്ഥിരത, കൺസിസ്റ്റൻസി ഇൻ ഫെയ്ത്ത് വിച്ച് ട്രാൻസെൻഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ടെംപ്റ്റേഷൻസ്. പ്രലോഭനങ്ങൾ വിശ്വാസ ജീവിതത്തിന് നേരെ ശക്തമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ കരുത്തുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി നമുക്ക് മാറുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് വലിയ നോമ്പിന്റെ ദിനങ്ങൾ വിശ്വാസ സ്ഥിരതരായി ജീവിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ദിനങ്ങളാണ്.
ഇന്ന് ഈ കൺവെൻഷൻ സെന്റർ നിറഞ്ഞ് ഇത്രയും ആൾക്കാർ കടന്നു വന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മളെല്ലാവരും വിശ്വാസികളായതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വന്നത്. എന്നാൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്ഥിരതയാർന്ന വിശ്വാസമാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. കൊച്ചു കൊച്ചു പ്രലോഭനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിന് മുമ്പിൽ കടന്നു വന്ന് നമ്മളെ വല്ലാതെ മാടി വിളിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനും ചെറുത്തു തോൽപ്പിക്കുവാനുമുള്ള കരുത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ജീവിതത്തിൽ ചില സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പതറിപ്പോകാതെ, പിന്മാറിപ്പോകാതെ, നിരാശ നിർഭരരായി തീരാതെ അതിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള സർഗശേഷിയും ക്രിയാത്മകമായ ശേഷിയും നമ്മുടെ വിശ്വാസത്തിനുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന വിശ്വാസ സ്ഥിരതയുള്ളവരായി തീരുവാൻ ഈ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുക. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ റോമൻ ചക്രവർത്തി എന്ന് പറയുന്നത് ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. വെളിപാട് പുസ്തകം എഴുതിയ AD 93-95 കാലഘട്ടത്തിൽ റോമൻ ഭരണകൂടം ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളിൽ പ്രധാനപ്പെട്ട 2 കൽപ്പനകൾ എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു കൽപ്പന, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ആരെയെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ, ആരെ ആരാധിക്കാവെന്നറിയാം? ചക്രവർത്തിമാരെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. യു ഷുഡ് വർഷിപ്പ് എംപറേഴ്സ്, ചക്രവർത്തിമാരെ ആരാധിക്കണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതിയത് എന്ന് കാണാൻ സാധിക്കും. ഏഷ്യ മൈനറിലെ 7 പട്ടണങ്ങളിലും, എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ 7 പട്ടണങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഉയർത്തിക്കെട്ടിയിട്ടുണ്ട്. ജൂലിയസ് സീസർ, ഔഗസ്തോസ് കൈസർ, റോമ, ന്യൂറോ തുടങ്ങിയ ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഉയർത്തിക്കെട്ടിയതിനു ശേഷം ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി കൽപ്പന കൊടുത്തിരിക്കുകയാണ്. എന്താ കൽപ്പന എന്നറിയാമോ? നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ പാർക്കണമെങ്കിൽ, സുരക്ഷിതമായി പാർക്കണമെങ്കിൽ, തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കണമെങ്കിൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഞങ്ങൾ പറയുന്ന കൽപ്പന സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഈ പട്ടണത്തിൽ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ചക്രവർത്തിമാരെ ആരാധിക്കണം. വേദപുസ്തകത്തിന്റെ പഠിതാക്കൾ പറയുന്നത്, വെളിപാട് പുസ്തകത്തിന്റെ പഠിതാക്കൾ പറയുന്നത്, ഏഷ്യ മൈനറിലെ 7 പട്ടണങ്ങളിലും ചക്രവർത്തി ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദൈവാലയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള, ഇമ്പീരിയൽ ടെമ്പിൾസ്. ചക്രവർത്തിക്ക് ധൂപമർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഓൾട്ടേഴ്സ്, അൾത്താരകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഇമ്പീരിയൽ ഓൾട്ടേഴ്സ്. ഇതിനുവേണ്ടി സജ്ജമാക്കിയ പുരോഹിതർ ഉണ്ടായിരുന്നു, ഇമ്പീരിയൽ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പ്രസൻസും ഈ പട്ടണങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 7 പട്ടണങ്ങൾക്കുമുള്ള ഒരു പദവി എന്ന് പറയുന്നത് നിയോക്കൊറേറ്റ് എന്ന് പറയുന്ന പദവിയാണ്. അതിന്റെ അർത്ഥം ഒഫീഷ്യൽ സെന്റർ ഫോർ ഇമ്പീരിയൽ കൾട്ട്, ചക്രവർത്തി ആരാധനയുടെ ഔദ്യോഗിക കേന്ദ്രം എന്നുള്ളതായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളി. നിങ്ങൾ ഓർത്തു നോക്കണം പ്രിയമുള്ളവരെ, ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ശക്തമായ പ്രലോഭനങ്ങളിൽ ഒന്ന്, ഞങ്ങൾ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ക്രിസ്തുവിനെ ആരാധിക്കണോ അതോ ചക്രവർത്തിയെ ആരാധിക്കണമോ എന്നുള്ളതാണ്. ഇതായിരുന്നു അവരുടെ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ശക്തമായ പ്രലോഭനം. അവർ അതിബുദ്ധിമാന്മാരായതുകൊണ്ടും വളരെ പെട്ടെന്ന് അതിന് ഉത്തരം കണ്ടെത്തി. എന്താ ഉത്തരം കണ്ടെത്തി എന്നറിയാമോ? ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ സുരക്ഷിതമായി പാർക്കണമെങ്കിൽ ആരെ ആരാധിച്ചേ മതിയാകുകയുള്ളൂ? ചക്രവർത്തിയെ ആരാധിച്ചേ മതിയാകുകയുള്ളൂ. ഞങ്ങളുടെ തൊഴിലിനെ മുഴുവൻ നിയന്ത്രിച്ചിരിക്കുന്നത് റോമൻ ഭരണകൂടമാണ്. അതുകൊണ്ട് തൊഴിലിൽ മുന്നേറ്റം ലഭിക്കണമെങ്കിൽ, അതുവഴി ധനം സമാഹരിക്കണമെങ്കിൽ ഞങ്ങൾ ആരെ ആരാധിച്ചേ പറ്റുകയുള്ളൂ? ചക്രവർത്തിയെ ആരാധിച്ചേ പറ്റുകയുള്ളൂ. ഞങ്ങൾക്ക് സുരക്ഷിതമായി പാർക്കുവാൻ, ഏറെ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കുവാൻ ഏഷ്യ മൈനറിലെ 7 സഭകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്തു വിശ്വാസികളും ചക്രവർത്തി ആരാധനയിലേക്ക് വഴുതിപ്പോയ ഒരു പശ്ചാത്തലത്തിലാണ് ഏത് പുസ്തകം എഴുതിയത്? വെളിപാട് പുസ്തകം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു, വെളിപാട് പുസ്തകത്തിലെ 22 അധ്യായങ്ങളിൽ 8 അധ്യായങ്ങൾ 1/3 ഭാഗങ്ങൾ എടുത്ത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നു കാണുന്ന സ്വർഗീയ ആരാധനയുള്ള വർണ്ണനകളാണ് അവരെ പഠിപ്പിക്കുന്നത്. കാരണം ചക്രവർത്തി ആരാധനകളിലേക്ക് വല്ലാതെ ദൈവജനം ആകർഷിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇതായിരുന്നു ഡൊമീഷ്യൻ പുറപ്പെടുവിച്ച ഒരു കൽപ്പന. രണ്ടാമത്തെ കൽപ്പന എന്താണെന്നറിയാമോ? നിങ്ങൾ ആരെയെങ്കിലും കർത്താവും ദൈവവും രക്ഷകനും എന്ന് വിളിക്കുകയാണെങ്കിൽ അത് ചക്രവർത്തിമാരായ ഞങ്ങളെ മാത്രമേ വിളിക്കാവൂ എന്നുള്ളത്. യു ഷുഡ് കോൾ മീ ആസ് ഡോമിനസ് അറ്റ് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെയെങ്കിലും കർത്താവും ദൈവവും രക്ഷകൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ആരെ വിളിക്കാവൂ? ചക്രവർത്തിമാരായ ഞങ്ങളെ മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടമായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഭരണാധികാരി തന്നെ സ്വയം ആരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്? ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക. ഒരു ഭരണാധികാരിയെ ജനം
ദൈവമായി കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭരണത്തിനെതിരെ ഒരിക്കലും അവർ വിമർശനം ഉയർത്തുകയില്ല, തിരിയുകയില്ല എന്നുള്ളത് ബുദ്ധിപൂർവമായി മനസ്സിലാക്കി ഭരണകൂടം ആവിഷ്കരിച്ച ഒരു തന്ത്രമാണ് ചക്രവർത്തി ആരാധനയും ചക്രവർത്തിയെ രക്ഷകനും കർത്താവും എന്ന് അഭിസംബോധന ചെയ്യണമെന്നുള്ള കൽപ്പന. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഏഷ്യ മൈനറിൽ ജീവിച്ച ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തു സഭയുടെ ഭാഗമായിരുന്നുവെങ്കിൽ പോലും എന്ത് സംഭവിച്ചു? ചക്രവർത്തി ആരാധനയിലേക്ക് വല്ലാതെ വഴുതിപ്പോയി. അതിൽ ഏറ്റവും കൂടുതൽ വഴുതിപ്പോയ ഒരു സഭയാണ് ഏത് സഭ? ലവോദിക്കയിലെ സഭ. അതുകൊണ്ടാണ് ഈ സഭയെ വിമർശിച്ചുകൊണ്ട് സന്ദേശത്തിൽ പറയുന്നു, നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ശീതോഷ്ണമായ നിസ്സംഗതയാണെന്ന് വിമർശിക്കുന്നതിന്റെ കാരണം ചക്രവർത്തി ആരാധനയിലേക്ക് ക്രിസ്തു വിശ്വാസികൾ വഴുതിപ്പോയതും ചക്രവർത്തിയെ രക്ഷകൻ എന്ന് അഭിസംബോധന ചെയ്യുവാൻ അവർ തയ്യാറായതിനോടുള്ള വിമർശനമായിരുന്നു എന്ന് വേദപുസ്തകത്തിനും വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യു ആർ നൈദർ ഹോട്ട്, യു ആർ നൈദർ കോൾഡ്, ബട്ട് യു ആർ ഇൻ എ lukewarm സിറ്റുവേഷൻ. അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ലവോദിക്കയിലെ അംഗമാണ്, ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുക്കും. ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനും അവർ പോകും. ചക്രവർത്തിക്ക് പാട്ട് പാടുന്ന ഗായക സംഘത്തിന്റെ ഭാഗമായി തീർന്ന് എല്ലാ പട്ടണങ്ങളിലും ഇമ്പീരിയൽ കൊയേഴ്സ് ഉണ്ടായിരുന്നു. ചക്രവർത്തിയെ പാട്ട് പ്രകീർത്തിക്കുവാൻ വേണ്ടിയുള്ള ഗായക സംഘം, പെർഗമോസിലെ ഗായക സംഘമായിരുന്നു ഏറ്റവും വലിയ ഗായക സംഘം എന്ന് വെളിപാട് പുസ്തകത്തിന്റെ പഠിതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ചക്രവർത്തിക്ക് പ്രകീർത്തിക്കുവാനും അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനും ചക്രവർത്തി ആരാധനയിലേക്ക് വഴുതിപ്പോയ ലവോദിക്ക സഭയെ വിമർശിക്കുന്ന വാക്കുകളാണേത്? നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ആ സഭയെ വിമർശിക്കുന്നതിലൂടെ അവരെ തിരികെ വിളിക്കുക. ആരിലേക്ക്? ക്രിസ്തുവിലേക്ക്, ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിലേക്ക്, ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് അവരെ തിരികെ വിളിക്കുന്നു. ഇതിന്റെ വിശദീകരണങ്ങളാണ് നമ്മൾ 5-ാം അധ്യായം മുതൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങൾ ചില പ്രലോഭനങ്ങൾ ഉയർത്തി നമ്മെ മാടി വിളിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ളവരായി നമ്മൾ തീരണം എന്നീ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ ആദ്യ നാളുകളിൽ സഭ പലതരത്തിലുള്ള പീഡനത്തിന്റെ മധ്യത്തിലൂടെയാണ് കടന്നുപോയത്. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ പേര് ചേർത്തിരിക്കുന്ന വനിതാ രക്തസാക്ഷികളിൽ ആദ്യത്തെ പേരുകാരിൽ ഒരാള് ബ്ലാന്റിന എന്ന് പറയുന്ന 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ്. ബ്ലാന്റിനയുടെ സ്നേഹിതരും ചാർച്ചക്കാരുമൊക്കെ ഒരു ചെറിയ ഇരുളടഞ്ഞ മുറിയിലാണ് സാധാരണ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുന്നത്. കാരണം അന്ന് ക്രിസ്തു വിശ്വാസികൾക്ക് പരസ്യമായി ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള അവസരം പലപ്പോഴും നിഷേധിക്കപ്പെട്ടു. അവർ ഒരു മുറിക്കുള്ളിൽ പ്രവേശിച്ചാൽ ആദ്യം ചെയ്യുന്നത് അതിന്റെ വാതിലുകളും ജനലുകളും ഭദ്രമായിട്ട് അടയ്ക്കും. കാരണം ശബ്ദം പുറത്തു പോകരുത്, റോമ പടയാളികൾ തങ്ങളെ അന്വേഷിച്ചു വരരുത്. എന്നാൽ ഒരു ദിവസം അവർ ഒരു ക്രൂശിത രൂപമൊക്കെ നടുവിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ആരോ പ്രധാന കവാടത്തിൽ വന്ന് മുട്ടുന്നുണ്ട്. ഒരാൾ പോയി വാതിൽ തുറന്നപ്പോൾ റോമ പടയാളികൾ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവരെ വളഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിത രൂപത്തെ ആരാധിക്കുകയാണല്ലോ, ആ ക്രൂശിത രൂപത്തെ എടുത്ത് നടുവിൽ ഇട്ടതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി കടന്നു വന്ന ക്രൂശിത രൂപത്തിന് മുകളിൽ കാർക്കിച്ചു തുപ്പിയതിനു ശേഷം ക്രിസ്തുവല്ല രക്ഷകൻ, സീസറാണ് രക്ഷകൻ, റോമൻ ചക്രവർത്തിയാണ് രക്ഷകൻ എന്ന് പറഞ്ഞു പുറത്തു പോകണം എന്ന് പറഞ്ഞു. നമ്മൾ വലിയ തീവ്രമായി പ്രസംഗിക്കുന്നവരൊക്കെ ആണെങ്കിലും ആരാധനയിൽ പങ്കെടുക്കുന്നവരൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? അവിടെ ആരാധനയ്ക്ക് ചേർന്ന് വന്ന ഓരോരുത്തരായി കടന്നു വന്നു റോമൻ പടയാളികൾ പറഞ്ഞത് ചെയ്ത് അനുസരിച്ച് പുറത്തു പോവുകയാണ്. എല്ലാവരുടെയും ഊഴമെത്തുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി പിറകിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. മറ്റാരുമല്ല, ബ്ലാന്റിന എന്ന് പറയുന്ന 14 വയസ്സുകാരിയായ പെൺകുട്ടി നോക്കിയപ്പോൾ താൻ ഒഴികെ ബാക്കി മുഴുവൻ പേരും പുറത്തുപോയി എന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി. ബ്ലാന്റിന എന്താ ചെയ്തെന്നറിയാമോ? ബ്ലാന്റിന ഓടിച്ചെന്ന് ഈ ക്രൂശിത രൂപത്തെ തന്റെ വിറയാർന്ന കരങ്ങളിൽ എടുത്ത് തന്റെ പാവാടയുടെ അഗ്രം ഉപയോഗിച്ച് ഇതിലെ തുപ്പലുകൾ മുഴുവൻ ഒപ്പിമാറ്റിയതിനു ശേഷം ആ ക്രൂശിത രൂപത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞു, കഴിഞ്ഞ 14 വർഷമായി യേശു കർത്താവ് എന്റെ രക്ഷകനാണ്. കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ചക്രവർത്തിയെ രക്ഷകൻ എന്ന് ഞാൻ വിളിക്കുകയില്ല എന്ന് പറയുകയും അവിടെ വെച്ച് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ പേര് ചേർത്തിരിക്കുന്ന വനിതാ രക്തസാക്ഷികളിൽ മുൻനിരയിൽ പേര് കാണുന്ന പെൺകുട്ടിയാണ് 14 വയസ്സുകാരിയായ പെൺകുട്ടി. എത്ര ശക്തമായ പ്രതിസന്ധിയാണ് അവളുടെ ജീവിതത്തിന് മുമ്പിൽ വന്നത്. അതിലും ശക്തമായ പ്രലോഭനമാണ് അവളുടെ മുമ്പിൽ വന്നത്. എന്നാൽ പ്രലോഭനത്തെ ചെറുത്തു തോൽപ്പിക്കത്തക്ക വിശ്വാസ സ്ഥിരത, യേശു എന്റെ രക്ഷകനാണ് എന്ന് ധൈര്യസമേതം പ്രഖ്യാപിക്കുവാനുള്ള സന്നദ്ധതയായിരുന്നു ബ്ലാന്റിനയുടെ.
പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിനു മുമ്പിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഉയർത്തുന്ന പുത്തൻ പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും സമാനതകളില്ലാത്ത ചില പ്രതിസന്ധി അനുഭവങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസ സ്ഥിരതയിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനും വെല്ലുവിളിക്കുവാനും സർഗശേഷിയുള്ളവരായി ക്രിസ്തുവിശ്വാസികൾ ഈ നാളുകളിൽ മാറണം എന്നീ വേദഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നിന്ദയോ, വാളോ, പരിഹാസമോ എന്തു വന്നാലും, ബാക്കി പറയാമോ, യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ ഇതൊന്നും എന്നെ അകറ്റിക്കളയുകയില്ല എന്നൊരു ദൈവ പൈതലിന് പറയാൻ സാധിക്കുന്നിടത്താണ് അവൻ വിശ്വാസ സ്ഥിരതയുള്ളവരായി തീരുന്നത് എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നിന്ദയോ, വാളോ, പരിഹാസമോ എന്തു വന്നാലും യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇതൊന്നും എന്നെ അകറ്റിക്കളയുകയില്ല എന്ന് പറയുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസ സ്ഥിരതയുള്ള ഒരു സമൂഹമായി മാറുന്നത് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമതായി വലിയ നോമ്പിന്റെ നാളുകൾ സ്ഥിരതയുള്ള ഒരു വിശ്വാസമാണോ നമ്മുടേത് എന്ന് വിലയിരുത്തുവാൻ, പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്തുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി തീരുവാൻ ഈ 50 ദിവസത്തെ നമ്മുടെ ആരാധനയും വചന കേൾവിയും വചന പഠനവും നാം ജീവിതത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും ഉപയുക്തമായി തീരട്ടെ എന്നീ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഈ വേദഭാഗം ഈ നോമ്പ് നാളുകളിൽ നമുക്ക് തരുന്ന സന്ദേശം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനുള്ള ആഹ്വാനമാണ്. ലൈഫ് വർത്തി ഓഫ് റിപ്പൻഡൻസ് ആൻഡ് ലൈഫ് വർത്തി ഓഫ് ട്രാൻസ്ഫർമേഷൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനുള്ള ആഹ്വാനം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ലവോദിക്ക സഭയെക്കുറിച്ച് ഒരു നന്മയും പറഞ്ഞ് ആ സഭയെ പ്രകീർത്തിക്കാനില്ല. ഉണ്ടോ? ഒന്നും പറയുന്നില്ല. എന്നാൽ ആ സഭയോട് അതിശക്തമായി ഈ യോഹന്നാൻ പങ്കുവയ്ക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുമ്പോൾ ഈ പട്ടണം ഉയർത്തിയ പ്രലോഭനങ്ങളിൽ പെട്ട് അല്പം ആലസ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരു ആധ്യാത്മികമായ മന്ദത നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എ കോംപ്ലാസൻസി ആൻഡ് ലെഥാർജി ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിലേക്ക് മടങ്ങി വരണം, ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. നമുക്കറിയാം, നോമ്പ് നാളുകൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ കണ്ടെത്തുന്ന നാളുകളാണ്. കർത്താവേ, എന്റെ വിശ്വാസ ജീവിത യാത്രയിൽ ചില പാപത്തിന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ചില ദുശീലങ്ങൾ വല്ലാതെ എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ ആ ദുശീലങ്ങളെയും കുറവുകളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനാണ് വലിയ നോമ്പ് നമ്മളെ വെല്ലുവിളിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു പൊതു സന്ദേശം അതാണ്. എല്ലാ കൺവെൻഷനുകളിലും മുഴങ്ങി കേൾക്കുന്ന സന്ദേശം അതാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കൃത്യമായി നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ മാനസാന്തരം വേണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഏത് പുസ്തകം? വെളിപാട് പുസ്തകം. മനസ്സിലായോ? മാനസാന്തരപ്പെടുക എന്ന് പറയുകയല്ല, നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണ് മാനസാന്തരം അനിവാര്യമാണ് എന്ന് വളരെ സ്പെസിഫിക്കായി, വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. ലവോദിക്ക സഭയെ വിളിച്ചുകൊണ്ട് അവരോട് പറയുന്ന സന്ദേശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ലവോദിക്ക സഭയിലെ അംഗങ്ങളുടെ ജീവിതത്തിന്റെ 3 മേഖലകളിൽ മാനസാന്തരം വേണമെന്ന് ഈ വാക്യങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നാമതായി പറഞ്ഞു, ഏറ്റവും സമ്പന്നമായ സഭയാണ് ഏത് സഭ? ലവോദിക്ക സഭ. റിച്ചസ്റ്റ് സിറ്റി ആൻഡ് റിച്ചസ്റ്റ് ചർച്ച്. ആ സഭയെ ഈ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലെ സന്ദേശത്തിൽ എന്താ പറയുന്നറിയാമോ? എന്താ വിളിക്കുന്നറിയാമോ? ദരിദ്രർ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ദരിദ്രർ എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും സമ്പന്നമായ സഭയെ ഈ സന്ദേശത്തിൽ എന്താ വിളിക്കുന്നത്? ദരിദ്രർ എന്ന് വിളിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ 3-ാം അധ്യായത്തിലെ സന്ദേശത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സമ്പന്നരാകണമെങ്കിൽ പൊന്ന് തീയിൽ ഊതിക്കഴിച്ചത് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സഭയോട് ഒന്നാമതായി പറയുന്ന മാനസാന്തരത്തിന്റെ അനുഭവം അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ മാനസാന്തരം ഉണ്ടാകണമെന്നാണ്. ഇത് പ്രസംഗിക്കാനും കേൾക്കാനും അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ മാനസാന്തരം വേണോ? എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ഏറ്റവും സമ്പന്നമായ സഭയെ ദരിദ്രർ എന്ന് വിളിക്കുന്നതിലൂടെ അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യു നീഡ് എ ട്രാൻസ്ഫർമേഷൻ ഇൻ യുവർ എക്കണോമിക് എൻഗേജ്മെന്റ്. നിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ എന്ത് വേണം? മാനസാന്തരം ഉണ്ടാകണം. ഈ സഭ ക്രിസ്തുവിൽ നിന്ന് ഏറെ അകന്നു പോകുവാനുള്ള കാരണം എന്താണ് എന്ന് ആമുഖത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മറ്റൊന്നുമല്ല,
ഏറെ സമ്പന്നരായി തീരുവാനാണ്. സമ്പന്ന പട്ടണത്തിൽ പാർത്ത ഒരു സമ്പന്ന സഭ അവരുടെ ഭൗതിക സമൃദ്ധിയിൽ അതിന്റെ ആലസ്യത്തിൽപ്പെട്ട് കൂടുതൽ സമ്പന്നരായി തീരുവാനുള്ള താല്പര്യത്തിൽ ദൈവത്തെയും കർത്താവിനെയുമാണ് മറന്നുപോയത്. മനസ്സിലായോ? ചക്രവർത്തി അവർ ഓർത്തു, ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുത്തു. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന വഴികൾ ദൈവത്തെ കൂടാതെയുള്ള വഴികളാണെങ്കിൽ, ദൈവത്തിൽ നകന്നുള്ള വഴികളാണെങ്കിൽ, നിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു മാനസാന്തരം വേണം എന്ന് തന്നെയാണ് വെളിപാട് പുസ്തകം പറയുന്നത്. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ കഥകൾ, സംഭവങ്ങൾ നമ്മൾ ഈ വലിയ നോമ്പിന്റെ മേഖലകളിൽ, ദിനങ്ങളിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു മാനസാന്തരം വേണമെന്ന് സമ്പന്ന സഭയെ ദരിദ്രർ എന്ന് വിളിക്കുന്നതിലൂടെ വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന് ദൈവത്തെ മറന്നും ദൈവത്തിന്റെ വഴികളിൽ നിന്നകന്നും സമ്പന്നരായി തീരുവാൻ സാധിക്കുകയില്ല. ദൈവത്തോട് ചേർന്ന് ദൈവം നൽകിയ വിഭവങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച്, ദൈവം നൽകിയ തൊഴിൽ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്തെ മറന്ന് സമ്പന്നരായി തീരുവാനുള്ള എല്ലാ ശ്രമങ്ങളും പാപത്തിന്റെയും തിന്മയുടെയും വഴികളാണെന്നും ഒരു മാനസാന്തരത്തിന്റെ അനിവാര്യത നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാകണമെന്നും നമ്മൾ ഗൗരവമായി വിലയിരുത്തണം. അതുകൊണ്ട് വലിയ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ വിലയിരുത്തപ്പെടുന്ന നാളുകളായി മാറും. അത് കേവലം വ്യക്തികളുടെ മാത്രമല്ല, സഭയുടെയും സംഘടനകളുടെയും എല്ലാം സാമ്പത്തിക ഇടപാടുകൾ സുതാര്യവും നീതിയുക്തവുമാണോ എന്ന് വിലയിരുത്തുവാൻ, എവിടെയെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വി നീഡ് എ ട്രാൻസ്ഫർമേഷൻ ഇൻ അവർ ഇക്കണോമിക് എൻഗേജ്മെന്റ്. അതുകൊണ്ടാണ് സമ്പന്ന സഭയെ എന്തെന്ന് വിളിക്കുന്നത്? ദരിദ്രർ എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാം വായിച്ചതാണ്, മലയാള മനോരമയിൽ വന്ന ഒരു സൺഡേ സപ്ലിമെന്റിൽ വന്ന വാർത്ത എന്നെ വല്ലാതെ വെല്ലുവിളിച്ചു. അത് 3 യുവാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒരാളുടെ പേര് രതീഷ് യോഗനാഥൻ എന്നാണ്, മറ്റൊരാളുടെ പേര് ഭാസ്കർ എന്നാണ്, മറ്റൊരാളുടെ പേര് ലിയോൺ എന്നാണ്. ഈ രതീഷ് യോഗനാഥൻ ശ്രീലങ്കയിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പഠനത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇന്ത്യയിൽ കടന്നു വന്ന് മൈസൂരിൽ താമസിച്ച് പഠിച്ച ആളാണ്. നല്ല സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ പഠനമൊക്കെ ഏകദേശം പൂർത്തിയായതിനു ശേഷം അവരുടെ കുടുംബം മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ പോയി MBA ബിരുദം പഠിച്ചു. MBA ബിരുദം പഠിക്കാൻ രതീഷ് പോയ സ്ഥലത്ത് തന്റെ കൂട്ടുകാരായി കിട്ടിയ 2 പേരാണ് ഭാസ്കറും ലിയോണും. ഇവർ 3 പേരും പ്രശസ്തമായ നിലയിൽ MBA പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇവർ ജീവിതത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടു. നമുക്ക് 3 പേർക്ക് ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കാം. എന്നാൽ ഈ 3 യുവാക്കളെ സംബന്ധിച്ച് വളരെ പ്രശസ്തമായ നിലയിൽ MBA പഠനമൊക്കെ പൂർത്തിയാക്കിയവരാണ്. അതുകൊണ്ട് നല്ലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ദൈവം അവരെ സഹായിച്ചു. വളരെ പ്രശസ്തമായ നിലയിൽ അവരുടെ ബിസിനസ് മുന്നേറി. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മാറി. എന്നാൽ ഇവരൊരു കമ്പനി ആരംഭിച്ചപ്പോൾ ഈ 3 യുവാക്കൾ എടുത്ത തീരുമാനം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ നീതിയുക്തവും സുതാര്യവും ആയിരിക്കും എന്ന്. ഈ കാലഘട്ടത്തിൽ 3 യുവാക്കൾ ചേർന്നൊരു കമ്പനി തുടങ്ങിയാൽ അവരുടെ മനസ്സിലെ ആഗ്രഹം എന്തായിരിക്കുമെന്ന് ഇതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. എന്നാൽ വളരെ വ്യത്യസ്തരായ തീരുമാനമെടുത്തു. അങ്ങനെ അവരുടെ കമ്പനിയൊക്കെ ശക്തിപ്പെട്ടു, നല്ല ബിസിനസ് ടേൺ ഓവറൊക്കെ ലഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ക്രിസ്മസ് അവധിക്കാലം ചെലവഴിക്കുവാൻ ഈ രതീഷ് തൻ്റെ ജന്മഗ്രാമമായ ശ്രീലങ്കയിലെ ഒരു ഗ്രാമത്തിൽ കടന്നു. ക്രിസ്മസ് ഒക്കെ അവധിക്കാലം ചെലവഴിച്ചു. അതിനുശേഷം ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ താമസിച്ചപ്പോഴാണ് ഇന്ത്യ, ശ്രീലങ്ക, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെല്ലാം ബാധിച്ച ഒരു വലിയ ദുരന്തമുണ്ടായത്. പ്രകൃതി ദുരന്തം ഓർക്കുന്നുണ്ടോ? സുനാമി ദുരന്തമുണ്ടായത്. സുനാമി ദുരന്തത്തിന്റെ തീവ്രത തൻ്റെ കൺമുമ്പിൽ കണ്ട വ്യക്തിയാണ് രതീഷ്. താൻ ഇംഗ്ലണ്ടിൽ മടങ്ങിപ്പോകേണ്ട സമയം എത്തിയപ്പോഴും പോകാതെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെയൊക്കെ ഇത് എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോയി. തൻ്റെ സ്നേഹിതരെ അരികിൽ വിളിച്ചിട്ട് അവരെടുത്ത തീരുമാനം എന്താണെന്നറിയാം. നമ്മുടെ കമ്പനിയുടെ ആസ്തി എത്രയുണ്ടോ അതിൻ്റെ നേർപകുതി ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ദുരന്തബാധിതരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞൊരു ലെബേറോ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയാണ് അവർ ചെയ്തത്. പ്രിയമുള്ളവരെ, എത്ര നീതിപൂർവ്വം എടുക്കുന്ന തീരുമാനമാണ്, എത്ര സുതാര്യതയോടുകൂടി എടുക്കുന്ന തീരുമാനമാണ്. ഈ വേദഭാഗം ലവോദിക്ക സഭയോട് പറയുന്നു, നിങ്ങൾ ഏറെ സമ്പന്നരായി തീരുവാനുള്ള ശ്രമത്തിൽ നിങ്ങൾ മറന്നുപോയത് ഈ സഭയുടെ നേതാവായ അല്ലെങ്കിൽ ഈ സഭയുടെ സ്ഥാപകനായ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൽ നകന്നു നിന്ന് ഏറെ സമ്പന്നരായി തീരുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വൃഥാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു മാനസാന്തരം വേണം എന്ന സഭയോട് പറയുന്ന സന്ദേശം ഈ കാലഘട്ടത്തിലെ സഭയോടുള്ള സന്ദേശമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വെളിപാട് പുസ്തകത്തിലെ സന്ദേശം ഇന്ന് സംഗതമായി തീർന്നത്. അതുകൊണ്ട് ദരിദ്ര സഭ എന്താണ് വെളിപാട് പുസ്തകത്തിൽ വിളിക്കുന്നത്?
സമ്പന്ന സഭ എന്താണ് വിളിക്കുന്നത്? ദരിദ്രർ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമതായി ഇവർക്ക് മാനസാന്തരം വേണ്ട ഒരു മേഖല വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നത് അവരുടെ സാമൂഹിക ദർശനത്തിന്റെ മേഖലകളിൽ ഒരു മാനസാന്തരം വേണമെന്നാണ്. എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദെയർ സോഷ്യൽ ഔട്ട്ലുക്ക്. ഇവിടെ ഈ വേദഭാഗത്ത് ഈ സഭയെ വിളിക്കുന്നത് നിങ്ങൾ കുരുടരാണ് എന്നാണ്. ഏത് പട്ടണത്തിലെ ഏത് സഭയാണ് കുരുടർ എന്ന് വിളിക്കുന്നത്? മെഡിക്കൽ സിറ്റിയാണ്. അവരുടെ പ്രധാനപ്പെട്ട മെഡിസിൻ ഏത് മേഖലയിലാണുള്ളത്? കണ്ണിൽ എഴുതുവാൻ ലേപം ഉണ്ടാക്കുന്നവരാണ്. അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരാണ്. നേത്ര ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാരുള്ള പട്ടണമാണ് ഇവിടെ. ആ പട്ടണത്തിലെ സഭയിലെ വിശ്വാസികളെ വിളിക്കുകയാണ് നിങ്ങൾ കുരുടരാണ് എന്ന്. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് ശരിക്കും കാഴ്ച ലഭിക്കണമെങ്കിൽ കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഭൗതികമായ കാഴ്ചയുടെ പ്രശ്നമല്ല. അങ്ങനെ ഭൗതികമായ കാഴ്ചയുടെ പ്രശ്നമുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ പട്ടണത്തിലുണ്ട്. എന്നാൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിലൂടെ കണ്ട ഒരു കാഴ്ചയും കാണുവാൻ ആർക്ക് സാധിക്കുന്നില്ല? ലവോദിക്കയിലെ ക്രിസ്തു വിശ്വാസികൾക്ക് സാധിക്കുന്നു. വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് അന്ന് ഏറ്റവും കൂടുതൽ അടിമകളായിട്ടുണ്ടായിരുന്ന റോമൻ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ലവോദിക്ക. അവർ വലിയ പട്ടണങ്ങളൊക്കെ പണിയുന്നുണ്ട്. ആ പട്ടണങ്ങൾ പണിയുന്നത് മനുഷ്യരെ അടിമകളാക്കി പകലന്തിയോളം പണിയെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നു, ഇനി നിങ്ങൾക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും നിങ്ങളുടെ മേൽ തട്ടുകയില്ല എന്നൊക്കെ പറയുന്നത് ഈ അടിമ വ്യാപാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നൂടെ ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കണം. അതുകൊണ്ട് അവർ ക്രിസ്തുവിശ്വാസികളായി ജീവിക്കുന്നു, അവർ സമ്പന്നരാണ്. പക്ഷേ യേശു കർത്താവ് 3.5 വർഷം പരസ്യ ശുശ്രൂഷയിൽ കണ്ട ഒരു കാഴ്ചയും അവർക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾക്കൊരു കാഴ്ച വേണം. ക്രിസ്തു കണ്ട കണ്ണുകളിലൂടെ ഈ ലോകത്തെ നോക്കി കാണുവാൻ തക്ക കാഴ്ച ഉണ്ടാകണം. സോ യു നീഡ് എ ട്രാൻസ്ഫോർമേഷൻ, യു നീഡ് എ റിഫോർമേഷൻ, യു നീഡ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ സോഷ്യൽ ഔട്ട്ലുക്ക്. നമ്മുടെ തൊട്ടടുത്ത് വേദനിക്കുന്നവന്റെ വേദന കാണുവാൻ, കരച്ചിലിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കാത്ത എന്ത് നോമ്പ് ശുശ്രൂഷകളാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. അതുകൊണ്ട് വലിയ നോമ്പിന്റെ അനുഭവം ഒരു മാനസാന്തരത്തിന്റെ അനുഭവമാണെങ്കിൽ ആ മാനസാന്തരം സാമൂഹിക ദർശനത്തിന്റെ മേഖലയിൽ ഉണ്ടാകണം. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവന്റെ വേദനയും നൊമ്പരവും അസ്വസ്ഥതയും ആവലാതികളും ദുഃഖനിർഭരമായ സാഹചര്യങ്ങളും ഒപ്പിയെടുത്ത് അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് അവരുടെ ജീവിതത്തിൽ തലയുയർത്തി നിൽക്കത്തക്ക രീതിയിൽ അവരെ കൈപിടിച്ചുയർത്തുവാനുള്ള സർഗശേഷി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ നോമ്പാചരണം അർത്ഥപൂർണമായി തീർന്നത്. ഒരു പത്രത്തിലെ എഡിറ്റോറിയൽ കോളത്തിൽ വന്ന വാർത്തയും നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ വൃദ്ധസദനങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു എഡിറ്റോറിയൽ സംഘം ഓരോ വൃദ്ധസദനങ്ങളും സന്ദർശിച്ചു പോവുകയാണ്. ഒരു വൃദ്ധസദനത്തിലെത്തി അവിടുത്തെ ഇൻമേറ്റ്സിന്റെ ജീവിതവും അവരെല്ലാം സന്തോഷചിത്തരായി ജീവിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ച് മടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ 80 വയസ്സുള്ള ഒരു അമ്മച്ചി ഈ എഡിറ്റോറിയൽ സംഘത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ചെറിയ ഒരു ഫോട്ടോ തന്റെ സാരിയുടെ അറ്റത്തുനിന്ന് ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കേരളത്തിലെ എല്ലാ വൃദ്ധസദനങ്ങളിലും പോകുമെന്നല്ലേ പറഞ്ഞു, എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ? ഞാൻ 65 വർഷം കൂടെ താമസിച്ച എൻ്റെ ഭർത്താവ് നിങ്ങൾ കേരളത്തിൽ സന്ദർശിക്കുന്ന ഏതെങ്കിലും വൃദ്ധസദനത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഈ ഫോട്ടോയിൽ കാണുന്ന അപ്പച്ചനെ കണ്ടാൽ അപ്പച്ചൻ്റെ ഭാര്യ അമ്മച്ചി കേരളത്തിലെ ഇന്ന വൃദ്ധസദനത്തിലുണ്ട് എന്നൊന്ന് പറഞ്ഞേക്കണം എന്നാണ് പറഞ്ഞത്. പത്രത്തിൽ എഡിറ്റോറിയൽ കോളത്തിൽ ഒരു സീരീസ് ആയിട്ട് വന്ന വാർത്തയിലെ അവസാന ദിവസത്തെ വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പാണ്. 3 മക്കൾ പ്രശസ്തമായ നിലയിൽ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. 3 മക്കൾ കേരളത്തിൽ പ്രശസ്തമായ നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. നമ്മുടെ സാമൂഹിക ദർശനത്തിൻ്റെ ദൂരക്കാഴ്ചകൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി വിലയിരുത്തും. അതുകൊണ്ട് കണ്ണിൽ എഴുതുവാൻ ലേപമുണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആ തൊഴിൽ ചെയ്യുന്ന ഒരുപക്ഷെ ആ തൊഴിലിന്റെ ഭാഗമായി നിൽക്കുന്ന ലവോദിക്കയിലെ ക്രിസ്തു വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ കുരുടരാണ്. കാരണം നിങ്ങൾ കണ്ണിൽ എഴുതുവാൻ ലേപമുണ്ടാക്കി നിങ്ങളുടെ ഭൗതികമായ കാഴ്ചയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ യേശു കർത്താവ് 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷയിൽ കണ്ട കാഴ്ചകൾ നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങൾ ഭൗതിക കാഴ്ചയുള്ളവരായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ കുരുടരാണ്. മാനസാന്തരം നമുക്ക് വേണം. എവിടെയാണെന്നറിയാമോ? നമ്മുടെ സാമൂഹിക ദർശനത്തിൽ. അതുകൊണ്ട് കരച്ചിലിന്റെ ശബ്ദം ഉയരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്നല്ല, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ സാധിക്കും. ഭവനങ്ങളിലെ കരച്ചിലിന്റെ ആഴം കേൾക്കാതെ അയൽപക്കത്തിലെ കരച്ചിലിന്റെ ശബ്ദം എങ്ങനെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും?
അതുകൊണ്ട് നമ്മുടെ സഹജീവികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒപ്പിയെടുക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് അർത്ഥപൂർണമായി തീർന്നത്. അതുകൊണ്ട് നോമ്പ് മാനസാന്തരം വേണ്ട രണ്ടാമത്തെ മേഖല എവിടെയാണെന്നറിയാമോ? നമ്മുടെ സാമൂഹിക ദർശനത്തിന്റെ മേഖലയാണ്. മൂന്നാമതായി ഇവിടെ മാനസാന്തരത്തിന്റെ ഒരു മേഖലയൂടെ പറയുന്നു. ഇവരെ മൂന്നാമതായി വിളിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ നഗ്നരാണ്. ഒന്നാമതായി വിളിക്കുന്നത് നിങ്ങൾ ദരിദ്രരാണ്. രണ്ടാമതായി അവരെ വിളിക്കുന്നത് എന്താണ്? നിങ്ങൾ കുരുടരാണ്. മൂന്നാമതായി വിളിക്കുന്നത് നഗ്നരാണ്. ഏത് പട്ടണത്തിലെ ഏത് സഭയാണ് നഗ്നർ എന്ന് വിളിക്കുന്നത്? ഏത് ജോലി ചെയ്യുന്നവരെയാണ് നഗ്നർ എന്ന് വിളിക്കുന്നത്? കറുത്ത കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ലോകമെമ്പാടും വിപണിയിൽ വരുത്തുന്ന, ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുള്ള വിശ്വാസികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നിങ്ങൾ നഗ്നരാണ് എന്ന്. അതിന്റെ അർത്ഥം എന്താ? അവർ നഗ്നരാണ് എന്ന് പറഞ്ഞാൽ അവർ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുള്ളതല്ല. അതിന് മറുപടിയായി കൊടുക്കുന്നു, നിങ്ങളുടെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു എന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ഇതെല്ലാം ലവോദിക്കയിലെ സന്ദേശത്തിലുള്ളതാ. നിങ്ങളുടെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ പറയണമെന്ന് പറയുമ്പോൾ അവർക്ക് മാനസാന്തരം വേണ്ടത് എവിടെയാണെന്നറിയാമോ? അവരുടെ ആത്മീയ ജീവിതത്തിന്റെ മേഖലയിൽ തന്നെയാണ്. വി നീഡ് എ ട്രാൻസ്ഫർമേഷൻ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മളെല്ലാം ആധ്യാത്മികമായി പ്രബുദ്ധരാണ്. എന്നാൽ സ്വർഗം തുറന്ന് ദൈവം നമ്മളെ നോക്കുമ്പോൾ സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കി ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളാണോ എന്ന് പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത്. അതുകൊണ്ട് വി നീഡ് എ ട്രാൻസ്ഫർമേഷൻ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഒരു മാനസാന്തരത്തിന്റെ അനിവാര്യത ഉണ്ട് എന്നീ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വലിയ നോമ്പിന്റെ കാലം മാനസാന്തരത്തിന്റെ കാലമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കേണ്ട കാലമാണ്. ഏത് മേഖലയിലാണ് മാനസാന്തരം അനിവാര്യമായിരിക്കുന്നത്? വെളിപാട് പുസ്തകം പറയുന്നു, വെറുതെ മാനസാന്തരപ്പെടുക എന്നല്ല. പിന്നെ എന്താണെന്നറിയാമോ? നിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ മാനസാന്തരപ്പെടണം, നിന്റെ സാമൂഹിക ദർശനത്തിന്റെ മേഖലകളിൽ മാനസാന്തരപ്പെടണം, നിന്റെ ആധ്യാത്മിക ജീവിത ശൈലിയിൽ ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മനഃപൂർവ്വം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഒരുപക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധയോടിരുന്ന അച്ഛാ, ഈ 3 മേഖലകളിൽ ഞങ്ങൾ വളരെ പെർഫെക്റ്റാണ്, ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നീതിയുക്തമാണ്, ദശാംശം കൃത്യമായി കൊടുക്കുന്നുണ്ട്, എല്ലാം സുതാര്യമാണ് അച്ഛാ, ഞങ്ങളുടെ വിശുദ്ധ ജീവിതം ഇതിലും വലിയ വിശുദ്ധരായി ജീവിക്കുന്നവരെ അച്ഛൻ എവിടെ കാണാൻ സാധിക്കും? ഞങ്ങളുടെ സാമൂഹിക ദർശനം എത്ര വലുതാണ്! കാരണം നമ്മുടെ ധാരാളം മിഷൻ പ്രവർത്തനമുണ്ട്. പക്ഷെ വെളിപാട് പുസ്തകം പറയുന്ന ഒരു വാക്യം മറന്നുപോയത്, നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടും. മനസ്സിലായോ എന്താ പറയുന്നത്? നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കൺവെൻഷന്റെ 2ാം ദിനം വചനം കേട്ട് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുവാൻ എനിക്ക് സാധിക്കും. ഞാൻ ഏതിൽ നിന്നും എവിടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സാമ്പത്തിക ഇടപാടിന്റെ മേഖലയിൽ, നമ്മുടെ സാമൂഹിക ദർശനത്തിന്റെ മേഖലയിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ മേഖലയിൽ ചില ദുശീലങ്ങൾ ജീവിതത്തോട് ചേർന്ന് നിന്ന് അതിനെ ഒഴിവാക്കാൻ പറ്റാതെ വണ്ണം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഒരു സമഗ്രമായ മാനസാന്തരത്തിന്റെ കാലമായി നോമ്പുകാലം തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. 2 കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചു. ഇനി ഒരു നാളുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെ പുനർക്രമീകരിക്കണം എന്നുള്ള ധ്യാന ചിന്തകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന വിശ്വാസ സ്ഥിരതയുടെ ഉടമകളായി നമ്മൾ മാറും. 2, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന ജീവിതം നമുക്കുണ്ടാകണം. നാം ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം എന്ന് ലവോദിക്ക സഭയ്ക്കുള്ള സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നു. 3ാമതായി ഈ ലവോദിക്ക സഭയ്ക്കുള്ള സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, ക്രിസ്തീയ ജീവിതം ജാഗ്രതയോടുകൂടിയുള്ള ഒരു ജീവിതം ആയിരിക്കണം എന്നാണ്. ആവർത്തിച്ച് ഈ വേദഭാഗത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജാഗ്രതയോടുകൂടിയായിരിക്കുക, ജാഗ്രതയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ലൈഫ് ഷുഡ് ബി എ വിജിലന്റ് ക്രിസ്ത്യൻ ലൈഫ്. അതീവ ജാഗ്രതയുള്ള ഒരു ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതം. കാരണം ലവോദിക്ക സഭയിലെ ക്രിസ്തു വിശ്വാസികളോട് മാനസാന്തരത്തിന്റെ സന്ദേശമൊക്കെ പറഞ്ഞ് അവർ മാനസാന്തരപ്പെടുവാൻ തീരുമാനമൊക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയാണ് എന്ന് വിചാരിക്കുക. അവർ പോകുന്നത് എവിടേക്കാണെന്നറിയാമോ? ഈ പട്ടണത്തിലേക്ക് തന്നെയാണ്. സാഹചര്യം ഒട്ടും മറിയുന്നില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ വേണ്ടി അവർ അയക്കപ്പെടുന്നത് ഈ ലോകത്തിലേക്ക് തന്നെയാണ്. ജീവിത പരിസരങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി നിലനിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത്.
കാരണം ചക്രവർത്തി ആരാധന ശക്തിപ്പെട്ട ഒരു സാമൂഹിക പരിസരം. ചക്രവർത്തിയെ കർത്താവും ദൈവവും എന്ന് വിളിക്കണം എന്ന് നിർബന്ധം ഉള്ള ഒരു കാലഘട്ടം. ധാരാളം പ്രാദേശിക ദൈവിക ആരാധനകളിലേക്ക് വശീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. സൗഖ്യത്തിന്റെ ദേവന്മാരെയും സമ്പൽ സമൃദ്ധിയുടെ ദേവന്മാരെയും ഒക്കെ ആരാധിക്കുവാൻ വല്ലാതെ ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് നിങ്ങളുടെ മാനസാന്തര ജീവിതത്തിൽ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ലവോദിക്ക സഭയോട് എന്താ പറയുന്നറിയാമോ? നിങ്ങൾ മാനസാന്തരപ്പെടുക. അതിനോട് ചേർത്ത് വെച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ജാഗ്രതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അലസമായി ജീവിക്കുവാനുള്ള ഒന്നല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. എന്നാൽ എനിക്ക് സ്നേഹത്തിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മുടെ ഭൗതിക ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാൻ നമ്മൾ കാണിക്കുന്ന ജാഗ്രത നമ്മുടെ ആരാധനാ ജീവിതത്തോടും നമ്മുടെ ആത്മീയ ജീവിതത്തോടും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടെ വിലയിരുത്തണം. നമ്മളൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലും അറിവിലുമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോറൂമുകളിലും നമ്മൾ പോകും, എല്ലാ ബ്രോഷറും നമ്മൾ സ്വീകരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കാവുന്ന അച്ഛന്മാരെ, മുന്നിരുന്ന ഇടവക വികാരിമാരെ എല്ലാം അന്വേഷിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യും. ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മൾ കാണിക്കുന്ന ജാഗ്രത ദൈവവചന പഠനത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നമ്മൾ ഭൗതിക ജീവിതം ക്രമപ്പെടുത്തുവാൻ കാണിക്കുന്ന താല്പര്യം നമ്മുടെ ആരാധനാ ജീവിതത്തോട് ഇന്ന് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ ഇന്ന് സന്ധ്യയെങ്കിൽ നിങ്ങളുടെ തിരക്കിന്റെ മധ്യത്തിലും സമയം കണ്ടെത്തി വചന കേൾവിക്ക് വേണ്ടി കടന്നു വന്നതിൽ നിങ്ങളെല്ലാവരും അതീവ ജാഗ്രതയോടെ ദൈവവചനം കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് മാത്രമേ പൊതുസമൂഹത്തിൽ മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പൊതുലോകത്തിൽ നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മളെ ക്രിസ്ത്യാനിയാണ് എന്ന് അടയാളപ്പെടുത്തുവാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് പൊതുസമൂഹത്തിൽ സാക്ഷ്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതീവ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഈ സമൂഹത്തിൽ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ജാഗ്രതയോടുകൂടി ജീവിക്കണം എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ജാഗ്രതയോടുകൂടി ജീവിച്ച രണ്ട് യുവാക്കളെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. അവരുടെ ഒരു ചരിത്ര സംഭവം പത്രത്തിൽ വന്നത് എൻ്റെ പ്രസംഗ ഡയറിയുടെ ഫ്രണ്ട് പേജിൽ ഞാൻ കുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. നമ്മുടെ നാട്ടിലല്ല, മെക്സിക്കോയിൽ നടന്നതാണ്. മെക്സിക്കോയിലെ തീരപ്രദേശത്തുള്ള ഒരു ചെറിയ ദേവാലയത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത രണ്ട് യുവാക്കളാണ് ജീസസ് വിതാനയും ലൂസിയോ റെൻഡറും. അവരുടെ പേരൊക്കെ കേട്ടാൽ, ജീസസ് വിതാനയും ലൂസിയോ റെൻഡറും എന്നൊക്കെ കേട്ടാൽ തന്നെ നമുക്കറിയാം നല്ല വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബമാണ്. അവർ തുറയിൽ തീരപ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെയുള്ള കൊച്ചു ദേവാലയത്തിൽ വളരെ സജീവമായി പങ്കെടുത്തു. ഭാര്യയും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെയുള്ള രണ്ട് യുവ സുഹൃത്തുക്കളാണ് ജീസസ് വിതാനയും ലൂസിയോ റെൻഡറും. ഇവരുടെ ജോലി എന്ന് പറയുന്നത് മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുകയാണ്. സാധാരണ അവർ മത്സ്യബന്ധനത്തിന് പോകും, മീനൊക്കെ പിടിച്ചുകൊണ്ട് തുറയിൽ വന്ന് വിറ്റഴിക്കും. ചില ദിവസങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം താമസിച്ചും വീണ്ടും മത്സ്യബന്ധനത്തിന് പോകും. എന്നാൽ ഒരു പ്രാവശ്യം ഈ ജീസസ് വിതാനയും ലൂസിയോ റെൻഡറും മത്സ്യബന്ധനത്തിന് പോയിട്ട് സാധാരണ വരുന്നത് പോലെ മടങ്ങി വന്നില്ല. 3 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 10 മാസം കഴിഞ്ഞു, ഏകദേശം 1 വർഷം എത്താറായി. ജീസസ് വിതാനയും ലൂസിയോ റെൻഡറും മടങ്ങി വന്നില്ല. തുറയിലുള്ള എല്ലാവർക്കും ദുഃഖമാണ്. കാരണം അത്ര നല്ല സാക്ഷ്യമുള്ള രണ്ട് യുവ സുഹൃത്തുക്കളാണ്. കുടുംബാംഗങ്ങൾക്കേറെ അതീവ ദുഃഖമാണ്. അവരുടെ രീതി അനുസരിച്ച് പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുവാനുള്ള പ്രാർത്ഥനകളൊക്കെ അവരുടെ ദേവാലയത്തിൽ ചെയ്ത് അവരിങ്ങനെ കാത്തിരിക്കുക. എന്നാൽ അവർ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഏകദേശം 11 മാസം എത്തിയപ്പോൾ ഒരു പ്രഭാതത്തിൽ ഈ ജീസസ് വിതാനിയും ലൂസിയോ റെൻഡറും മടങ്ങി തുറയിൽ വന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. അവർ ജീവനോടെ ആരോഗ്യത്തോടെ മടങ്ങി വന്നു. അവരെ സ്വീകരിക്കുവാൻ ആ തുറയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷം ക്രമീകരിച്ചു. പത്രമാധ്യമ പ്രവർത്തകരൊക്കെ കടന്നു വന്നു. പത്രമാധ്യമ പ്രവർത്തകർ ഈ ജീസസ് വിതാനിയോടും ലൂസിയോ റെൻഡറോടും ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞ മറുപടി മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു കോളം വാർത്തയായി ചില വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് നിങ്ങൾ വായിച്ചു കാണും. ഞാൻ പറയുമ്പോൾ അവരോട് ചോദിച്ചു, കഴിഞ്ഞ 11 മാസം നിങ്ങൾ എവിടെയായിരുന്നു? അതിനവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയ ആദ്യത്തെ ദിവസം തന്നെ പുറംകടലിലുണ്ടായ ശക്തമായ പേമാരിയിലും കൊടുങ്കാറ്റിലും പെട്ട് ഞങ്ങളുടെ ബോട്ടിന്റെ യന്ത്രം പൂർണ്ണമായി തകർന്ന ബോട്ട് റിപ്പയർ ചെയ്യാൻ ഞങ്ങളുടെ സ്കില്ലെല്ലാം ഉപയോഗിച്ച് ശ്രമിച്ചെങ്കിലും നടന്നില്ല. തകർന്ന ബോട്ടിൽ പുറംകടലിൽ 11 മാസം ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു.
അവസാനം തായ്ലൻഡിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വന്ന മത്സ്യത്തൊഴിലാളികൾ തങ്ങളെ തകർന്ന ബോട്ടിൽ കാണുകയും അവരുടെ ബോട്ടിൽ കയറ്റി അവരുടെ രാജ്യത്ത് കൊണ്ടുപോവുകയും ഞങ്ങളുടെ ഭാഷയൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രദേശത്തുള്ളവരെല്ലാം പണം ശേഖരിച്ച് ഞങ്ങളെ ഇപ്പോൾ മടക്കി എവിടെ എത്തിച്ചിരിക്കുകയാണ്? മെക്സിക്കോയിൽ എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ മെക്സിക്കോയും ഈ തായ്ലൻഡും ഒക്കെ ഏകദേശം ജോഗ്രഫി അറിയാവുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി. 2 ധ്രുവങ്ങളിലാണ്. അപ്പോൾ എത്ര നോട്ടിക്കൽ മൈൽ ദൂരത്ത് അവർ പുറംകടലിൽ അലഞ്ഞു തിരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പത്രമാധ്യമ പ്രവർത്തകർക്ക് ആവേശം തോന്നി. അവരോട് ചോദിച്ചു, 11 മാസം തകർന്ന ബോട്ടിൽ എങ്ങനെ ചെലവഴിച്ചു? അതിനവർ പറഞ്ഞ മറുപടി ഒരു ക്രിസ്തു വിശ്വാസി ഒരിക്കലും വിസ്മരിക്കരുത്. എന്താ പറഞ്ഞ മറുപടി എന്നറിയാമോ? വല്ലപ്പോഴും ഞങ്ങളുടെ ബോട്ടിൽ പറന്നിറങ്ങുന്ന കടൽ പക്ഷിയെ പച്ചയ്ക്ക് തിന്നു, ഉപ്പുവെള്ളം കുടിച്ചു, ഉപ്പ് രുചിയുള്ള മീനെ തിന്നു. ഞങ്ങൾ ബൈബിൾ വായിച്ചു, പരസ്പരം ആശ്വസിപ്പിച്ചു. ഈ ബൈബിളിൽ പറയുന്ന ക്രിസ്തു ഞങ്ങളുടെ തകർന്ന ബോട്ടിന്റെ അമരത്തുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അവൻ ഞങ്ങളെ തീരത്തെത്തിക്കുമെന്ന് പ്രത്യാശിച്ചും കൊണ്ട് കഴിഞ്ഞ 1 വർഷം തകർന്ന ബോട്ടിൽ ചിലവഴിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ജ്ഞാനായ അതിഭദ്രാസനത്തിന്റെ കൺവെൻഷന് പോയവരല്ല വേദപുസ്തകമായിട്ട് പോകാൻ. എവിടെ പോയവരാണെന്നറിയാമോ? മത്സ്യബന്ധനത്തിന് പോയി അടുത്ത ദിവസം മടങ്ങി വരുവാൻ പോയവരാണ്. എന്നാൽ മത്സ്യബന്ധനത്തിന്റെ ഇടവേളയിൽ ലഭിക്കുന്ന അവസരങ്ങൾ പോലും ദൈവവചനം വായിച്ച് പഠിക്കണമെന്ന് താല്പര്യം കാണിച്ച ജാഗ്രതയുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായിരുന്നു ആര്? ഈ 2 യുവാക്കൾ, ജീസസ് വിതാനി, ലൂസി ഓറന്റ്. അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ബോട്ട് തകർന്നിരിക്കുകയാണ്. കൂരിരുട്ടിന്റെ മധ്യത്തിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. ഏത് നിമിഷവും ആർത്തിരമ്പുന്ന തിരമാലകൾ അവരെ വിഴുങ്ങിക്കളയുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ജീവനോടെ തീരത്തെത്താനുള്ള സാധ്യതകൾ അടഞ്ഞപ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അവർ കണ്ടെത്തിയ മാർഗം തങ്ങൾ ഇടവേളയിൽ വായിക്കുവാൻ കരുതിയ ബൈബിൾ ആവർത്തിച്ച് വായിക്കുകയാണ്. ഒരാൾ വായിച്ച് മറ്റൊരാളെ കേൾപ്പിക്കുകയാണ്. ഈ ബൈബിളിൽ തങ്ങൾ വായിച്ചത് ഒരുപക്ഷെ യേശു കടലിന്മേൽ നടന്നതോ കാറ്റിനെയും കോളിനെ ശാസിച്ചതോ ഒക്കെ ആകാം. പക്ഷേ ആ വചന കേൾവിയിലൂടെ അവർ ആശ്വാസം കണ്ടെത്തുകയാണ്. പ്രിയമുള്ളവരെ, വചനം പങ്കുവയ്ക്കുകയാണ്. ജീവിതത്തിലെ നിരാശാജനകമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അവരെ ആ വചന വായന സഹായിച്ചു. അവർ പറയുന്നത് കേട്ടോ? ഈ ബൈബിളിൽ പറയുന്ന ക്രിസ്തു ഞങ്ങളുടെ തകർന്ന ബോട്ടിന്റെ അമരത്തുണ്ടെന്ന് വിശ്വസിച്ചു. അവൻ ഞങ്ങളെ തീരത്തെത്തിക്കുമെന്ന് പ്രത്യാശിച്ചും കൊണ്ട് 1 വർഷം തകർന്ന ബോട്ടിൽ ചിലവഴിച്ചു എന്ന് പറയുന്ന ഒരു സാക്ഷ്യ ജീവിതമാണ് ജാഗ്രതയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം. പ്രിയമുള്ളവരെ, ദൈവവചനത്തോടും വചന പഠനത്തോടും നമ്മുടെ ജാഗ്രത എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുന്ന 50 ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മനസ്സിലായോ? വലിയ നോമ്പിന്റെ നാളുകൾ ദൈവവചനത്തെ അതിന്റെ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ ജീവിതത്തെ വചനവുമായി ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് ഈ 50 നോമ്പിന്റെ ദിനങ്ങൾ അലസമായി നമ്മൾ ചിലവഴിക്കാതെ ദൈവവചനം അതിന്റെ ആഴത്തിൽ വായിച്ച് പഠിച്ച് ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. ഹാൻസ് റുഡി വെബർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ എന്നെ വായിക്കുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകമാണ്. ബൈബിൾ ഈസ് ദ ഓൺലി ബുക്ക് ദാറ്റ് റീഡ്സ് മീ. ഞാൻ ധാരാളം പുസ്തകം വായിക്കുന്ന ഒരാളാണ്, പക്ഷേ എന്നെ വായിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. 50 ദിനങ്ങൾ ദൈവവചനം സൂക്ഷ്മതയോടെ കൃത്യമായി വായിച്ച് ധ്യാനിക്കുവാൻ സാധിച്ചാൽ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ തീവ്രമായ അനുഭവങ്ങളെ കരുത്തോടെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനം നമുക്ക് തരും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ മാതാപിതാക്കൾ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ള പാഠം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ധ്യാനാത്മകമായി വായിക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അത് കരുത്തു തരും എന്നുള്ളത് യാതൊരു സംശയമുള്ള. കഷ്ടതകളുടെയും ദുഃഖങ്ങളുടെയും നൊമ്പരങ്ങളുടെയും മധ്യത്തിലൂടെ നമ്മൾ തിരുവചനം വായിക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ധൈര്യവും പ്രത്യാശയുടെ സന്ദേശവും അത് തരും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അലസമായി നിർവഹിക്കേണ്ട ജീവിതമല്ല പ്രിയമുള്ളവരെ, അത് അതീവ ജാഗ്രതയോടെ നിർവഹിക്കേണ്ട ജീവിതമാണ്. തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകാൻ എളുപ്പമാണ്, പക്ഷേ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പുനർനിർണയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ വചന പഠനം, നമ്മുടെ ആരാധനാ ജീവിതം, കൂട്ടായ്മയിലുള്ള പങ്കാളിത്തം, സഹജീവികളുമായുള്ള സ്നേഹബന്ധം, സഹോദരി ബന്ധത്തിന്റെ ആഴവും അർത്ഥവും ഇതെല്ലാം പുനർവിചിന്തനത്തിന് ഈ നോമ്പ് നാളുകൾ വിധേയമാക്കുമ്പോഴാണ് ഈ വർഷത്തെ നോമ്പാചരണം അർത്ഥപൂർണമായി തീരുന്നത്. അതിനുള്ള ആലോചനയാണ് ഈ നോമ്പാചരണത്തിന്റെ ആദ്യ ദിനങ്ങൾ ഈ ഭദ്രാസന കൺവെൻഷനിലൂടെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് ഷുഡ് ബി എ വിജിലന്റ് ക്രിസ്ത്യൻ ലിവിംഗ്, അതീവ ജാഗ്രതയോടുകൂടി. അതുകൊണ്ട് അലസമായി ക്രിസ്തീയ ജീവിതത്തെ കാണുന്ന ആരെങ്കിലും ഇന്ന് വചനം ശ്രമിക്കുന്നുവെങ്കിൽ
വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ വല്ലപ്പോഴും ആരാധനയിൽ സംബന്ധിക്കുന്നവർ, ആരാധനയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളെ ലഘൂകരിച്ച് കാണിക്കുന്നവർ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒട്ടും പ്രസക്തിയില്ലാതെ അലംഭാവത്തോടുകൂടി ജീവിക്കുന്നവർ, ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുവെങ്കിൽ അടുത്ത 50 ദിവസം ദൈവവചനത്തിലേക്ക് തിരിയുന്ന ദിവസമാകണം. ആരാധനാ ജീവിതത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങളായി മാറിയാൽ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുന്ന ദൈവം അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കും, നമ്മുടെ സഭയിൽ പ്രവർത്തിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനുള്ള ഒരുക്കമുണ്ടോ, അതിനുള്ള മനസ്സുണ്ടോ, അതിനുള്ള സന്നദ്ധതയുണ്ടോ, അതിനുള്ള വിനയമുണ്ടോ, അതിനുള്ള സമർപ്പണമുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രസക്തമായ കാര്യം. അതുകൊണ്ട് ലവോദിക്ക സഭയിലെ ക്രിസ്തു വിശ്വാസികളോട് പറയുന്നു, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അതീവ ജാഗ്രതയോടുകൂടിയുള്ള ജീവിതം ആയിരിക്കണം. അവസാനമായി ഒരു ധ്യാന ചിന്തയുടെ ഈ വേദഭാഗം പങ്കുവയ്ക്കുന്നത്, നമ്മൾ ഇതുവരെ കേട്ടതിൽ ഈ സഭയെക്കുറിച്ച് എന്തെങ്കിലും നന്മകൾ പറയാനുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു നന്മയും ഈ വേദഭാഗത്ത് പറയാനില്ല. എന്നാൽ നമ്മളെ വിസ്മയിപ്പിക്കേണ്ട കാര്യം, ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? യേശു കർത്താവ് ഈ ലവോദിക്ക സഭയുടെ അരികിൽ ചേർന്ന് നിന്ന് വാതിക്കൽ നിന്ന് മുട്ടി വിളിച്ചിട്ട് അവരോട് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാമോ? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി. പ്രിയമുള്ളവരെ, ക്രിസ്തു സാന്നിധ്യത്തിൽ നിന്ന് ഇത്രയും അകന്നുപോയ ഒരു സഭ ഏഷ്യ മൈനറിൽ ഇല്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും യേശു കർത്താവ് ഈ സഭയോടും സഭയിലെ അംഗങ്ങളോടും ചേർന്ന് നിന്ന് അവരെ തിരികെ വിളിക്കുകയാണ് ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിലേക്ക്. അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി, പരമാവധി അകന്നുപോയി ഈ ലോകമോഹങ്ങളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നിട്ടും അവരെ മറക്കാതെ സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ, കരുണയോടെ, ആർദ്രതയോടെ അവരെ മടക്കി വിളിക്കുന്ന ക്രിസ്തുവിന്റെ മൃദുസ്വരം ഈ വേദഭാഗത്തെ ചലനാത്മകമാക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവരെന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന് പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്ന ക്രിസ്തുവിന്റെ ശബ്ദമാണ്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമുക്ക് തരുന്ന ആലോചന, നമുക്ക് 2 സാധ്യതകളാണുള്ളത്. ലവോദിക്ക സഭയ്ക്ക് 2 സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവർക്ക് ഈ ലോകത്തോടൊപ്പം ജീവിതം ആഘോഷിക്കാം, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള സാധ്യത ക്രിസ്തുവിനോടൊപ്പം ജീവിതം ആഘോഷിക്കാം. They can celebrate their life with this world, ലോകത്തോടൊപ്പം ജീവിക്കാം, or they can celebrate their life with Christ. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം ആഘോഷമാക്കുവാനുള്ള ക്ഷണമാണ് അവർക്ക് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിന്റെ ദിനങ്ങൾ ഒരു വലിയ ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ. ഒരു വലിയ ക്ഷണമാണ്. എന്താണ് ക്ഷണമെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ എന്റെ ശിഷ്ടകാലം ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്ന ദിനങ്ങളാണ്. കർത്താവിനോട് ചേർന്ന് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് നോമ്പിന്റെ ദിനങ്ങൾ ആത്മസമർപ്പണത്തിന്റെ ദിനങ്ങളാണ്. ജീവിതത്തിന്റെ കുറവുകൾ കണ്ടെത്തി ദൈവസന്നിധിയിൽ അത് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ്, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നും ഞാൻ അകന്നുപോയി എങ്കിൽ ഇതാ മടങ്ങി വരുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആത്മസമർപ്പണത്തിന്റെ ദിനമാണ്. അങ്ങനെ ഒരു ആത്മസമർപ്പണത്തിലേക്ക് ഈ ലവോദിക്ക സഭയെ ക്ഷണിച്ചുകൊണ്ട് ഈ വേദഭാഗം അവസാനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തോടൊപ്പം ജീവിതം ആഘോഷിക്കുന്നവരോ അതോ ക്രിസ്തുവിനോടൊപ്പം ജീവിതം ആഘോഷിക്കുന്നവരോ എന്ന ചോദ്യം ചോദിക്കാം. ഈ ലോകത്തോടൊപ്പം, ലോകത്തിന്റെ മോഹങ്ങൾക്കൊപ്പം, ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പുതിയ കാഴ്ചകൾക്കൊപ്പം, ഈ ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചെവിയെ വല്ലാതെ ആകർഷിക്കുന്ന തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾക്കൊപ്പം ജീവിതം ആഘോഷിക്കുവാനുള്ള സാധ്യത നമുക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയൊക്കെ ലഹരിയോടൊപ്പം അവരുടെ ജീവിതത്തെ ആഘോഷിക്കുന്നതിന്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടും അതിന്റെ ദുരന്തങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വേദഭാഗം ഒരു മടങ്ങിവരവിന് വേണ്ടിയുള്ള വിളിയാണ്. ആ മടങ്ങിവരവ് ക്രിസ്തുവിലേക്കുള്ള മടങ്ങിവരവാണ്. ആ ക്രിസ്തു നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും വിമോചകനുമാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും വിമോചകനുമായ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ അതീവ ഗൗരവമായി കാണുവാൻ നമുക്ക് തയ്യാറാകണം. കർത്താവേ, എന്റെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങൾ വചനം കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങളെ ഉപേക്ഷിക്കാതെ, ഞങ്ങളെ കൈവിടാതെ വഴി നടത്തുന്ന ഒരു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അവൻ ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് അടുത്തു നിന്ന് ഞങ്ങളെ ജീവിതത്തിലേക്ക്, അവന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് എന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് എന്റെ ദുശീലങ്ങളെ ഏറ്റുപറഞ്ഞ്, എന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് അടുത്തു വന്ന് ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിൽ എന്റെ കൊച്ചു ജീവിതത്തെ
ആഘോഷമാക്കി തീർക്കുവാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുവാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് കടന്നു വന്ന് 2 മണിക്കൂർ ഈ വചനധ്യാനത്തിന് മുമ്പിൽ ശാന്തമായി താണിരുന്നത് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനുമുള്ള ആഹ്വാനമാണ്. വലിയ നോമ്പ് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനുമുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതിനുള്ള സമർപ്പണം നമുക്കുണ്ടാകുമോ എന്നാണ് ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ ലവോദിക്ക സഭയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലം കൂടി ഈ വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് ധ്യാനം അവസാനിപ്പിക്കാം. എന്താ പ്രതിഫലം എന്നറിയാമോ? ഒരു നന്മയും പറയാനില്ലാത്ത ഒരു സഭയോട് പറയുന്നു, നിങ്ങൾ മടങ്ങി എന്റെ അരികിലേക്ക് കടന്നു വന്നാൽ, എന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ നിങ്ങൾ ജീവിക്കുവാൻ തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ, അതിനനുസരിച്ച് ജാഗ്രതയോടെ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ? ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഞാൻ നിങ്ങളെയും ഇരുത്തും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ എന്ത് പ്രതിഫലമാണുള്ളത്? ഈ പ്രസംഗിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ജീവിതത്തിലെ വലിയ ആഗ്രഹം എൻ്റെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോട് ചേർന്നിരിക്കണം എന്നുള്ളതാണ്. അതിനാണ് വചനം പ്രസംഗിക്കുന്നത്, അതിനാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു നന്മയും പറയാനില്ലാത്ത ഒരു സഭയ്ക്കും ദൈവം കൊടുക്കുന്ന വാഗ്ദാനം അതാണ്. നിങ്ങൾ മടങ്ങി വരുവാൻ തയ്യാറായാൽ, നിങ്ങൾ അനുദപിക്കുവാൻ തയ്യാറായാൽ, നിങ്ങൾ ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ നിങ്ങളെയും ഇരുത്തും എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ഇൻവിറ്റേഷൻ ആണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഉയർന്നു. ആർ യു റെഡി ടു റിസീവ് ദാറ്റ് ഗ്രാൻഡ് ഇൻവിറ്റേഷൻ? ഒരു വലിയ ക്ഷണം കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 50 ദിവസത്തെ നോമ്പ് അനുഭവങ്ങൾ ഈ ഒരു വലിയ ക്ഷണത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. കർത്താവുമായുള്ള നിരന്തര കൂട്ടായ്മയുടെ, കർത്താവിനോട് ചേർന്നുള്ള സന്തോഷകരമായ ജീവിതത്തിലേക്ക്, കർത്താവുമായി ചേർന്നുള്ള ഒരു നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വലിയ ക്ഷണം. ഈ ക്ഷണത്തെ അഗണ്യമാക്കി കളയുവാനിടയാകരുത് പ്രിയമുള്ളവരെ. ഈ ക്ഷണത്തെ ഗൗരവമായി ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, മനഃപൂർവ്വമായി ജീവിതത്തിൽ തീരുമാനമെടുത്തുകൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യ ബോധത്തിൽ സമർപ്പണത്തോടെ ജീവിക്കും എന്ന് തീരുമാനമെടുക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയോടെ മടങ്ങി ഭവനത്തിലേക്ക്. കാരണം എന്താണെന്നറിയാമോ? ആ പ്രത്യാശയുടെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് ഇരിക്കുന്ന ഇടത്ത് അവന്റെ സിംഹാസനത്തിൽ അവൻ നമ്മയും ഇരുത്തുമെന്നുള്ള ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്നുള്ള നിത്യമായ വാസം നമുക്കുണ്ട് എന്നുള്ള ബോധത്തിൽ ഇന്നത്തെ ജീവിതത്തെ ക്രമീകരിക്കണം. അതാണ് ലവോദിക്ക സഭയോട് പറയുന്നത്. നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, ഇന്ന് നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മടങ്ങി വന്നാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ നിങ്ങളെയും ഇരുത്തും എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം. ആ ശബ്ദം ഒരു പക്ഷേ ഈ ലോകത്തിന്റെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഒരു മൃദു ശബ്ദമായിട്ടായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ മൃദു ശബ്ദം കേട്ടുകൊണ്ട് ഇന്ന് ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരും. അങ്ങനെയുള്ളവർക്ക് പ്രത്യാശയോടുകൂടി, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന അനുഗ്രഹീതയായ ഒരു ഗാനരചയിതാവാണ് ഫാനി ജെ ക്രോസ്ബി. ഫാനി ജെ ക്രോസ്ബിയുടെ പാട്ടുകളൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. നമ്മുടെ ഗായക സംഘമൊക്കെ പാടാൻ സാധ്യതയുണ്ട്. ഫാനി ജെ ക്രോസ്ബി ആരോഗ്യമുള്ള ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത്. 5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ 2 കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. തൻ്റെ ശിഷ്ടകാലം മുഴുവൻ അന്ധയായി ജീവിച്ച വ്യക്തിയാണ് ഫാനി ജെ ക്രോസ്ബി. എന്നാൽ 6000-ൽ പരം ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഫാനി ജെ ക്രോസ്ബി. പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശു രക്ഷകനെ വാഴ്ത്തിൻ, ക്രിസ്ത്യ സൈന്യമേ വാ പോരിൻ നിരയായി. ഇങ്ങനെ നമ്മൾ പാടുന്ന ഒട്ടുമിക്ക പാട്ടുകളും എഴുതിയിട്ടുള്ള ഗാനരചയിതാവാണ്. ആരെന്നറിയാമോ? ഫാനി ജെ ക്രോസ്ബി. ഫാനി ജെ ക്രോസ്ബി മരിക്കുന്നതിന് അവസാനമായി പറഞ്ഞ വാക്കുകൾ, മുമ്പ് പറഞ്ഞ വാക്കുകൾ: അന്ധത എന്ന വരം എനിക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ മരിച്ചുയർത്തെന്നിട്ട് കർത്താവിന്റെ സന്നിധിയിലെത്തി എൻ്റെ കണ്ണ് തുറന്ന് ആദ്യമായിട്ട് കാണുന്ന ആരെയാണെന്നറിയാമോ? എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ ആയിരിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഒരു ദൈവപൈതലിന് ജീവിക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത്, ഇറ്റേണൽ ലൈഫ് എന്നൊക്കെ പറയുന്നത്. ഇന്ന് ക്രിസ്തുവിനോടൊപ്പമാണെങ്കിൽ, ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ക്രിസ്തു സാന്നിധ്യത്തിന്റെ നിറവിൽ ജീവിക്കാൻ സാധിച്ചാൽ കർത്താവിനോട് ചേർന്നുള്ള നിത്യമായ വാസമുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ നിങ്ങളെയും ഇരുത്തും. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതം പ്രത്യാശാ നിർഭരമായ ജീവിതമാണ്. അതിന് നമുക്ക് വേണ്ടത് ആത്മസമർപ്പണമാണ്. ഈ വലിയ നോമ്പിന്റെ അനുഭവം
കർത്താവിന്റെ സന്നിധിയിൽ ആത്മസമർപ്പണത്തോടുകൂടി പങ്കിടുവാൻ നമുക്ക് സാധിച്ചാൽ ആ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. കർത്താവിന്റെ വീണ്ടും വരവിൽ അവന്റെ പന്തിയിലിരിക്കുവാൻ, ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് കർത്താവ് ക്ഷണം തരുമ്പോൾ സന്തോഷപൂർവ്വം അതിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിന് ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി വചനം കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹീതമായ കൺവെൻഷനിൽ വചന ശുശ്രൂഷ പങ്കുവയ്ക്കുവാൻ അവസരം നൽകിയ അഭിനന്ദ തിരുമേനിയോടും നമ്മുടെ സുവിശേഷ സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ നോമ്പിൻ്റെ കാലം പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ സാധിക്കുന്ന കാലമാകണം. വലിയ നോമ്പിൻ്റെ കാലം മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന കാലമായി മാറണം. വലിയ നോമ്പിൻ്റെ കാലം ജാഗ്രതയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതത്തിനുള്ള ചില തുടക്കം കുറിക്കുന്ന കാലമായി മാറണം. വലിയ നോമ്പിൻ്റെ കാലം ആത്മസമർപ്പണത്തിൻ്റെ കാലമാകണം. അതുവഴി ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കാലമായി മാറണം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.